അയ്യോ രാജേട്ടാ നോക്ക് നോക്കട്ടെ തവളം എനിക്ക് പേടിയാവുന്നു. ഇന്നേരം നീ പാമ്പിനെ കണ്ടിരുന്നെങ്കിലോ? ശരി ശരി. പാമ്പ് തവളേനെ എത്തുന്ന എനിക്ക് പാമ്പിനെയും പേടിയില്ല, തവളേനെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ല. അച്ഛൻ തല്ലും കേട്ടോ, അല്ലെങ്കിൽ തല്ലുകൊള്ളാതെ ഇരിക്കുകയല്ലേ. നിന്റെ അച്ഛന്റെ തല വെട്ടിയെടുത്ത് ഈ മരത്തെ കെട്ടി തൂക്കി എറിഞ്ഞു വീട്ടണം. രാജേട്ടാ വാ നമ്മൾ കോഴിപ്പടുത്തം കളിക്കാം. നീ എന്റെ മോളെ തല്ലൂടാ, തല്ലോ തല്ലൂടാ, പറയടാ, ഉത്തരം പറയടാ. പല്ലോ പറയടാ, നീ മര്യാദക്ക് ജീവിക്കൂ, പറയടാ. പാറവാട് കൂളങ്കോരാൻ വേണ്ടി ജനിച്ച അസുരവിത്തെ എടാ, നീ കുറിച്ചുകേട് കാണിക്കൂ, പറയടാ. നീ എന്റെ മോളെ തല്ലൂ, നിന്നോടാ ചോദിച്ചത്. വേദന ഉണ്ടോ രാജേട്ടാ? ഇല്ല, നല്ല സുഖം. ഞാൻ വരാം, വന്നിട്ടേ അമ്മയുടെ വിലയിലും ചാണകവെള്ളം ഒഴിച്ചു തരാം. അമ്മ കുളിപ്പിച്ചിട്ട് അച്ഛനോട് പറഞ്ഞ അവന്റെ തോന്നി പിടിക്കില്ല. നിന്നോട് പറഞ്ഞത് പറയില്ലേ, പറയില്ല. നീ ഇനി കുറിച്ചുകേട് കാണിക്കോ, പറയടാ, പറയില്ല. ഞാൻ വീഴാൻ നമുക്കൊന്ന് നോക്കാം. കൊണ്ടുവരണ അങ്ങനെ നല്ലൊന്നും നീ നന്നാവില്ല. ഇതുകൊണ്ട് നന്നാവും നോക്കട്ടെ. കടുത്ത ശിക്ഷയാ നിനക്ക് വേണ്ടത്. നിന്റെ അച്ഛനെ കൊല്ലാൻ ഇന്ന് രാത്രി നിന്റെ അച്ഛൻ കിടന്നുറങ്ങുമ്പോ ഞാൻ വെട്ടിക്കൊല്ലും. വേണ്ട രേഖ, അച്ഛനെ കൊല്ലണ്ട. കൊല്ലണം. നീ അച്ഛനാണെന്ന് പറഞ്ഞാൽ നിന്നെയും കൊല്ലും. പറയാ ഇതെനിക്ക് വേണം. അമ്മ അവനെ കൊല്ലാനാ. കത്തിങ് തരാൻ നിന്റെ അച്ഛനും അമ്മയും എത്ര നല്ലവരായിരുന്നു. നീ ഇങ്ങനെ ആയിപ്പോയല്ലോ മോനെ. വാ, വേണ്ടാത്ത കാര്യം ഒന്നും ആലോചിക്കരുത് മോനെ. അമ്മാവ എന്നെ തല്ലുന്നത് അപ്പൊ നിനക്ക് ഇഷ്ടമാണല്ലേ? ആര് വേദനിപ്പിക്കുന്നതും
എനിക്കിഷ്ടമല്ല മോനെ. മോൻ കുരുത്തക്കേടൊന്നും കാണിക്കരുത്. കൊച്ചമ്പ്രാട്ടി, മാളു, ഇതെന്തൊരു ഇരിപ്പാ കൊച്ചമ്പ്രാട്ടി. കൊച്ചമ്പ്രാട്ടിയുടെ മനസ്സിലിരിപ്പ് ഞാൻ പറയട്ടെ. എന്റെ മനസ്സിൽ ഒന്നുമില്ല മാളു. രാജേട്ടൻ മാളുവിന്റെ വീട്ടിലുണ്ടോ? കൊച്ചമ്പ്ര ഞങ്ങളുടെ മാടത്തി വന്നിട്ട് 2 ദിവസമായി. കൊച്ചമ്പ്രാട്ടിയുടെ കല്യാണം അറിഞ്ഞപ്പോ മുതല് തൊട്ടതിനൊക്കെ എന്നോടാണ് അരിശം. ഇന്നാൾ ഏനത് പറഞ്ഞപ്പോ ഏന്റെ നടുപ്പുറ നോക്കി ഒരടി. ഏൻ പറഞ്ഞ ഏനയും തല്ലാൻ വന്നു. ഇന്നലെ കാളവണ്ടിക്കാരൻ കൊച്ചൂറി തമ്പ്രാനെ ഇന്നലെ ചന്തയിൽ വെച്ച് കൊച്ചമ്പ്രാൻ തല്ലിയെന്ന് കേട്ടു. രാജേട്ടനോ? ആ, കൊച്ചമ്പ്രാൻ തന്നെ. അല്ലാതെ ആരാ തല്ലും പിടി ഉണ്ടാക്കി നടക്കുന്ന തമ്പ്രാക്കന്മാര്? എന്തിനാ നീലി രാജേട്ടൻ കുഞ്ഞുവരീവിനെ തല്ലിയത്? തമ്പ്രാട്ടി ആരോ പെണ്ണ് കാണാൻ വരെന്ന് പറഞ്ഞിട്ട്. ചുമ്മാതിരിക്കരുത് കാമ്പി. എടി നീലി, മോളൊക്കെ ഞാൻ തോറ്റു. മോള് മാറത്തേക്ക് പോക്കോ, അമ്മ ഇച്ചിരി കഴിഞ്ഞു വരാം. ഏം പോണില്ല. കൊച്ചമ്പ്രാട്ടിനെ പെണ്ണ് കാണാൻ വരുന്നത് ഇന്നല്ലേ? അതേ മാളു. തല്ലും പിടിയും ഉണ്ടാക്കുമെങ്കിലും കൊച്ചമ്പ്ര നല്ല മനുഷ്യനാ കൊച്ചമ്പ്രാട്ടി. സുമിത്രേ, എന്താ മാളു നീലിയും പറയുന്നത്? ഏയ് ഒന്നുമില്ല, ഞങ്ങൾ ചുമ്മാ ഓരോന്ന് പറയായിരുന്നു. മാളുവിനെ നീലിക്കും പനക്കുന്നത്ത് പാടത്ത് പോയിട്ടില്ലേ? അത് ഇന്നലെ കൊണ്ട് കഴിഞ്ഞ്. ഞങ്ങൾ വരട്ടാം പ്രാട്ടികളെ. ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ. ഇങ്ങനെ വെറുതെ നിന്നാ മതിയോ? ഇങ്ങനെ നിന്നാലേ ചെറുക്കം വന്ന് കണ്ടിട്ട് എനിക്ക് പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞു പോകും. അത് മഹാ കുറച്ചില്ല. നിനക്കെന്താ? എനിക്ക് പേടിയാണ് ശാരദേ. നിന്റെ രാജേട്ടനെ ഓർത്തിട്ടാണോ? അതിന് പേടിക്കൊന്നും വേണ്ട. രാജേട്ടൻ വരും, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. വരില്ല, ഒരു കുഴപ്പമുണ്ടാക്കില്ല. നിന്റെ അച്ഛനെ വിടില്ലേ? അച്ഛനെ കണ്ടാലേ രാജേട്ടന്റെ മുട്ട് വരയ്ക്കും. രാജേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതും അച്ഛനുണ്ടായിരുന്നപ്പോഴാണ്. ഇവളെന്റെ മുറപ്പെണ്ണ. ഇവളെ ഞാൻ കല്യാണം കഴിക്കും. ആരെങ്കിലും ഇവിടെ കഴുത്തി താലി കെട്ടാൻ തുനിഞ്ഞാൽ അപ്പോഴറിയാം. ഇറങ്ങി പോണവരുന്ന്. അമ്മാവന് വയസ്സായി. എന്റെ കൈ വീണാ നിങ്ങൾ എഴുന്നേക്കല്ല. കുഞ്ഞേ, നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? മനസ്സില്ലെങ്കിലോ? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. അങ്ങനെ അരുതങ്ങനെ. നിന്റെ മരണം എന്റെ കൈ കൊണ്ട് തന്നെയാണ്. കരുതിക്കോ. ഇനി നീ ഇത് ആവർത്തിച്ചാൽ നിന്നെ ഞാൻ കൊന്നു കുഴിച്ചു മൂടും. നിങ്ങൾ എന്നെ കൊന്നു കുഴിച്ചു മൂടണം. എന്നിട്ട് കുറെ ദിവസം കാത്തിരിക്കണം. ഞാൻ മടങ്ങി വരില്ലെന്ന് ഉറപ്പായതിനു ശേഷം മോക്ക് വേറെ ഭർത്താവിനെ അന്വേഷിച്ചാൽ മതി. എറി പോടാ. എന്റെ മോളെ ഞാൻ എനിക്ക് തോന്നിയവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കും. നീ ആരാണ് ചോദിക്കാൻ? എന്നെ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനിയൊരുത്തനുള്ള പെണ്ണ് കാണാൻ വരട്ടെ. അപ്പ ഞാൻ മനസ്സിലാക്കി തരാം ഞാൻ ആരാണെന്ന്. സുമിത്രേ, ഇനി ആരുടെയെങ്കിലും മുമ്പ് നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നാൽ നിന്റെ അവന്റെ കഴുത്ത് ഞാൻ അരിയും. കുഞ്ഞെ, പോഞ്ഞെ,
എന്റെ പൊന്നു കുഞ്ഞല്ലേ പോ, പൊന്നു കുഞ്ഞെ പോ. അമ്മാവ, ഈ വീടും ഇവിടുത്തെ സ്വത്തുക്കളും എനിക്കും കൂടെ അവകാശപ്പെട്ടതാ. പക്ഷെ എനിക്കതൊന്നും ആവശ്യമില്ല. എനിക്കാവശ്യമുള്ള ഒന്ന് ഈ വീട്ടിലുണ്ട്, സുമിത്ര. അവളെ എനിക്കല്ലാതെ മറ്റാർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുത്താൽ ഇവിടെ ചോരക്കളമായിരിക്കും. രാജേട്ടൻ പറഞ്ഞതൊക്കെ നീയും കേട്ടിരുന്നല്ലോ. നീ പേടിക്കാതെ, രാജേട്ടൻ വരില്ല. എന്റെ മനസ്സ് പറയുന്നു വരുമെന്ന്. നീ വെറുതെ പേടിക്കാണ്, അയാൾ വരില്ല. നീ വാ. നീ എവിടെയായിരുന്നു മോളെ? അമ്മ എവിടെയെല്ലാം തിരക്കി. ഇതാ ഇതൊടുക്ക. നിനക്ക് എന്താ കുട്ടി, ഇത് ഉടുക്ക്. ഇനി ഒരുങ്ങില്ലെങ്കിൽ അച്ഛൻ വന്ന് വഴക്ക് പറയും. എനിക്ക് പേടിയാവുന്നു. രാജേട്ടും വരും. അവൻ വരില്ല മോളെ. എന്റെ മോള് പേടിക്കണ്ട. എന്താ സാരിയും പിടിച്ചോണ്ട് നോക്കി നിൽക്കുന്നത്? ചുറ്റാറായില്ലേ? വേഗാവട്ടെ. അപ്പതാരേ, എന്തോ? അവർക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ വിവാഹ നിശ്ചയം ഉടനെ നടത്താം. ഓ, ഇനി ഒട്ടും താമസിപ്പിക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ തിരുമേനി? ഗണപതി ഹോമത്തിന്റെ പ്രസാദാണ്. അപ്പതാരേ, ഇതകത്തേക്ക് കൊടുത്തേക്കൂ. ഇരിക്കൂ. നമ്മുടെ രാജൻ ഇന്നലെ അമ്പലത്തിൽ വന്നിരുന്നു. എന്താ അവന് ഭക്തി തോന്നി തുടങ്ങിയോ? ഏയ്, ഭക്തിയൊന്നും ഉണ്ടായിട്ടല്ല. നിവേദ്യം കൈയിട്ട് വാരി തിന്നാൻ വന്നതാ. വന്ന ഉടനെ തന്നെ ഒരൊറ്റ വിളി, എടോ പൂജാരിന്ന്. ഞാനൊന്ന് കിലികിലികിലികിലികിലാന്ന് വിറച്ചു പോയി. അതുകൂടെ എടുക്കുക. ഏത് നിവേദ്യം ഉരുളി. എന്നിട്ട് അതിനകത്ത് കൈയിട്ട് വാരി ഒരൊറ്റ തീറ്റ. ഇവിടുത്തെ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എന്താ ചോദിച്ചത്? പെണ്ണ് കാണാൻ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. സൂക്ഷിക്കണം. ഒറ്റയാനാ, എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ, ഈശ്വരനെയും ചെലുത്താനേയും പേടിയില്ലാത്തവനാ. പെണ്ണ് കാണാൻ ആരെങ്കിലും ഈ പഠിക്കാത്ത കിടന്നൊന്നും വരട്ടെ, ഇവിടെ ഉള്ള എല്ലാത്തിന്റെയും തല കൊയ്യുന്നാ പറഞ്ഞേക്കണം. പറഞ്ഞ പോലെ ഇവിടുത്തെ തറവാടിന്റെ മഹത്വം കാണിക്കാതിരിക്കുവോ? ഞാനിവിടെ ഉള്ളപ്പോ ഈ പഠിപ്പിനക്കകത്ത് അവൻ കാലുകുത്തില്ല. അത് പിന്നെ അങ്ങനെയല്ലേ. ഇവിടത്തോട് കളിക്കാൻ ആർക്കാ ധൈര്യം? കളിച്ചാൽ അവന്റെ തല കാണില്ല. അത് രാജനും അറിയാം. സൂക്ഷിച്ചാൽ അവന് നന്ന്. അപ്പൊ നേരെ ഞാനൊന്നും ഇങ്ങോട്ട് ഇറങ്ങുക. ഞാനും വരുന്നു. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങളെയും കൂടി കുടി പണ്ടാരെ ഇന്ന് മോദിക്കളാവ് പ്രശ്നമാണോ ലക്ഷണമാണല്ലോ ശങ്കര? തിരുമേനിയുടെ ഈ അടവ് നല്ലതല്ല. അടവോ? നമുക്കങ്ങനെ യാതൊരു അടവും ഇല്ല. പോരെ ഏഷണി പറയരുത് തിരുമേനി. ഏഷണിയോ? ഞാനോ? അപ്പോരെ വേണ്ടാത്ത പറയരുത്. ഞാൻ പറഞ്ഞേക്കാം. വേണ്ടാത്തത് പറയരുതെന്നാണ് തിരുമേനി ഞാൻ പറയുന്നത്. രാജൻ കുഞ്ഞ് അങ്ങുന്നിനെ പറ്റി എന്തോ പറഞ്ഞെന്ന് തിരുമേനി അങ്ങുന്നിനോട് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് തന്നെ അതിനകത്ത് ഒറ്റ രഹസ്യമില്ല. തിരുമേനി, ഉള്ള വഴക്കം വലുതാക്കാനല്ല ഇല്ലാതാക്കാനാണ് നോക്കേണ്ടത്. അപ്പതായി രാജന്റെ കക്ഷി പിടിക്കുന്നത് സൂക്ഷിച്ചു വേണം. അങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ തല അങ്ങോട്ട് പോയിന്ന് വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ ആരുടെയും കക്ഷി പിടിക്കുകയല്ല. ഈ കുടുംബത്തിൽ അന്തഛിദ്രം വർദ്ധിക്കരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഈ രാജനെ തല്ലിക്കൊല്ലേണ്ട വകയാ. തിരുമേനി, എനിക്കിതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാൻ വയ്യ. ഞാനിതെല്ലാം ചെന്ന് രാജകുഞ്ഞിനോട് പറഞ്ഞു. ഇല്ലെങ്കിൽ എടാ ശങ്കര, നീ എന്തിനാ ഇതെല്ലാം കേട്ടോണ്ടെന്ന് ചോദിച്ചാൽ എന്റെ മൂക്കിടിച്ചിട്ടാൻ മതിയാക്കിയല്ലോ. നാം രാജകുഞ്ഞിനെ പറ്റി എന്താ പറഞ്ഞത്? നാം ഇപ്പൊ പറഞ്ഞത് രാജകുഞ്ഞിനെ തല്ലി കൊല്ലണമെന്ന്. നാം അങ്ങനെ പറഞ്ഞിട്ടില്ല. നിനക്ക് ചെവി കേട്ടൂടാ. അപ്പുനായര് ജീവനോടുകൂടി നിൽക്കല്ലേ ഇവിടെ. അപ്പുനായരോടൊന്ന് ചോദിച്ചു നോക്ക്. പറഞ്ഞു അപ്പുനായരെ, ഞാൻ രാജകുഞ്ഞ് എന്തെങ്കിലും ദോഷം വരുത്തക്കൊണ്ണം. നാം പറഞ്ഞത് നിനക്ക് അങ്ങനെ വേണ്ടത്ര മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നാം പറഞ്ഞത് രാജൻ ഉച്ചിലുള്ള ചുണക്കുട്ടിന്നാ. ഒന്ന് പറഞ്ഞാ മറ്റൊന്ന് മനസ്സിലാക്കി. നീ ചിരിക്കണ്ട. അവിടെ പോയി ഏഷ്യ കൂട്ടി കൊടുക്കാതിരുന്നാ മാത്രം മതി. അത് തന്നെയല്ലേ തിരുമേനി ഞാൻ നേരത്തെ പറഞ്ഞത്. ശങ്കര, ഇത്രയാണ് അമ്മ വിളിക്കണേ. മോളെ, നീ ഇല്ലത്തേക്ക് പോകുമ്പോ ഇതോടെ കൊണ്ടുപോക്കോ. അപ്പൊ ഞാൻ അപ്പുതായിരിക്കും മറിച്ച് വേറെ ഒന്നും തോന്നരുത്. ഇല്ല, ഞാൻ നിക്കണില്ല. തിരുമേനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോലെ. ഇന്നിവിടെ വിവാഹ നിശ്ചയമല്ലേ? അതുകൊണ്ടല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞത്. രാജനോ മറ്റോ വന്നാൽ നമ്മുടെ കാര്യം ആകെ അബദ്ധത്തിലാവും. ഞാൻ പോണു. അമ്മേ, എനിക്ക് പേടിയാവുന്നു.
രാജേട്ടൻ വരും അമ്മേ. ഇല്ല മോളെ, എന്റെ പൊന്നു മോള് പേടിക്കണ്ട, അവൻ വരില്ല. രാജേട്ടൻ വരും ശാരദേ. രാജേട്ടൻ വരില്ല, നീ ധൈര്യമായിരിക്കൂ. വരണം വരണം. ഇരിക്കൂ. ഇരുന്നുള്ളൂ. എത്ര മണിക്ക് പുറപ്പെട്ടു? 7 മണിക്ക്. മധുവിന്റെ അച്ഛൻ കൂട്ടത്തിൽ വരാനിരുന്നതാണ്. പക്ഷെ കേസ് സംബന്ധിച്ച് ഒരു വക്കീലിനെ കാണാനുള്ളത് കൊണ്ട് വരാൻ പറ്റിയില്ല. അച്ഛനേക്കാൾ വലിയ സ്ഥാനമല്ലേ അമ്മമാർക്ക്? ഇപ്പോഴതൊക്കെ പോയി. ഞാൻ മധുവിന്റെ അമ്മാവനല്ല, ഇളയച്ഛനാണ്. ഓ, എനിക്ക് തെറ്റ് പറ്റി. മോളെ സുമിത്രേ. ചെല്ലുമോളെ, എന്റെ മോളൊന്നും പേടിക്കണ്ട, രാജൻ വരില്ല. ചെല്ല. മധു കൽക്കത്തയിലായിട്ട് എത്ര വർഷമായി? 3 വർഷമായി. മോളെ, ചായ എടുത്ത് എല്ലാവർക്കും കൊടുക്ക്. മധുവിന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പക്ഷേ പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടതെന്ന് അറിയണല്ലോ. ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ? ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ ഇതുവരെ ആണുങ്ങളെ അനുസരിച്ചിട്ടേ ഉള്ളൂ. എന്റെ തീരുമാനത്തിന് ഇവിടെ ആരും എതിര് പറയില്ല. മധുവിന് സുമിത്രയായിട്ട് സംസാരിക്കാൻ ഒരവസരം ഉണ്ടായി കൊടുത്തൂടെ? ഈ കാലത്തെ പിള്ളേരല്ലേ, ഇങ്ങനെയൊക്കെ വേണമെന്നാണ് മധുവിന്റെ അഭിപ്രായം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, സംസാരിച്ചോട്ടെ. അപ്പുതാരെ മധുവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ. പോവന്ന മോളെ, നീ വാ വാ. മോളിവിടെ നിൽക്കേ. ശാരദിങ്ങി വാ. നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോ വരാം. സുമിത്രയെ എനിക്കിഷ്ടപ്പെട്ടു. എന്നെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഒരു ചെറിയ വാക്ക്. ഇപ്പോഴേ അതിന് ലുബ്ധി കാണിക്കരുത്. ജീവിതം പങ്കുവെക്കുന്ന കാര്യമാണ്.
അധികവും പൊളിറ്റിക്കൽ ബുക്സ് ആണല്ലോ. ആരാ ഇതൊക്കെ വായിക്കുന്നത്? അച്ഛൻ വായിക്കൂ. ആരായി രാജൻ? സുമിത്രയുടെ വല്ലവരുമാണോ? അച്ഛന്റെ അനന്തരവനാ. ഞാൻ നേരത്തെ ചോദിച്ചതിന് ഇനിയും മറുപടി കിട്ടിയില്ല. എന്നെ ഇഷ്ടപ്പെട്ടോ? സുമിത്രയെ ഞാൻ വിവാഹം ചെയ്യുന്നത് ഇഷ്ടമാണോ? മൗനം സമ്മതമായി ഞാൻ കരുതുന്നു. എന്റെ മകൾക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് വിവാഹാലോചനകൾ വന്നിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് ഇഷ്ടമായില്ല. വിവാഹ കാര്യമൊക്കെ ദൈവനിശ്ചയമാ. എന്താ സംസാരിച്ചോ? രണ്ടുപേർക്ക് ഇഷ്ടമായി അല്ലേ? ആ, നന്നായി. ഞങ്ങൾ ഇറങ്ങാം. ഊണ് കഴിച്ചിട്ട് പോകാം. ഊണിന് എപ്പോഴും ആകാമല്ലോ. എന്നാ ശരി, അങ്ങനെ ആവട്ടെ. അപ്പോഴേ 2 ദിവസത്തിനകം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. ഓ ശരി, പോയിട്ട് വരൂ. നല്ല പയ്യൻ. ആ നോട്ടവും മീശയൊക്കെ കൊള്ളാം. എന്റെ മോടെ കൂടെ നടന്ന് ആരും കുറ്റം പറയില്ല. സുമിത്രയെ അവർക്ക് ഉടൻ തന്നെ വിവാഹം നടത്താം.
എന്താ സാർത്തി? നിന്റെ ചെറുക്കൻ സുന്ദരനാണ് കേട്ടോ. എനിക്കിഷ്ടമായോ? എനിക്ക് ഈ കല്യാണം വേണ്ട. അതെന്താ? ചെറുക്കനെ ഇഷ്ടമായില്ലേ? രാജേട്ടൻ നിന്നെ കൊല്ലും. വെറുതെ നിന്റെ പേടിയാ. രാജേട്ടനൊന്നും ചെയ്യില്ല. നീ ധൈര്യമായിരിക്കും. തറവാടിന്റെ പേര് കെടുത്താൻ ഓരോരുത്തന്മാരുണ്ടാവുന്നു. കൊള്ളല്ലേ? രാജന്റെ കാര്യമാ പറഞ്ഞത്. അവരിവിടെ ഉണ്ടോ? ഉണ്ട്. രാജാ, രാജാ, ആര് പറഞ്ഞിട്ടാ നീ എനിക്കെതിരായി സാക്ഷി പറയാൻ കോടതിയിൽ വന്നത്? ആര് പറഞ്ഞിട്ടാ പാവപ്പെട്ട കൃഷിപ്പണിക്കാരെ ഒഴിപ്പിക്കാൻ അമ്മാവൻ കേസ് കൊടുത്തത്? നീ എന്നോട് ചോദ്യം ചോദിക്കാനായോ? എടാ, ഞാൻ കൃഷിപ്പണിക്കാരെ കുടിയൊഴിപ്പിക്കും. വേണ്ടി വന്നാൽ അവന്മാരുടെ കുടികൾക്ക് തീ വയ്ക്കും. എന്നോട് ചോദിക്കാൻ ഈ നാട്ടിൽ ആരുമില്ലടാ. ഞാൻ ചോദിക്കും. അനീതി എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. എടാ തെണ്ടി, ഇത്രയും കാലം ഞാൻ തല്ലുകൊണ്ട് ഇനി കൊള്ളില്ല. നീ എന്ത് പറഞ്ഞടാ? എന്നെ തിരിച്ചു തല്ലുവന്നു. എന്നാലാവുമ്പോ കാണണമല്ലോ. പുറത്ത് ഇനി ഈ തറവാട്ടിൽ നിനക്ക് സ്ഥാനമില്ല. ഇവിടുത്തെ ഒരു ചില്ലിക്കാശോ ഒരു തുണ്ട് ഭൂമിയോ ഞാൻ തരില്ല. ഭാസ്കരൻ എന്നാണ് പറയുന്നത്. ഇറങ്ങിപ്പോ. തൽക്കാലം അമ്മാവൻ തന്നെ ഇതൊക്കെ അനുഭവിച്ചോളൂ. എനിക്ക് അവകാശപ്പെട്ടതൊക്കെ വാങ്ങാൻ ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്. അന്ന് നിന്റെ ശരീരം ഈ വീടിന്റെ മുറ്റത്ത് ചോരയിൽ കിടന്ന് പടയ്ക്കും. എനിക്കിപ്പോ ഒരു അമ്മാവന്റെ ശരീരമായിരിക്കും കിടന്ന് പടയ്ക്കുന്നത്. ഇറങ്ങിപ്പോടാ. അപ്പുനായരെ, ഇവൻ എനിക്കെതിരായി സാക്ഷി പറഞ്ഞതുകൊണ്ട് ഈ കേസിൽ ഞാൻ തോൽക്കുമെന്നാണ് വക്കീൽ പറഞ്ഞത്. നിന്റെ അച്ഛൻ പലതിനും നിന്നെ നിർബന്ധിച്ചു എന്ന് വരും. നീ അതൊന്നും സമ്മതിക്കരുത്. നിനക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. കുഞ്ഞ് പോകരുതേ. സമയമായി അപ്പനാരെ. ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല. അങ്ങനെ കോപം അടങ്ങുമ്പോ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിക്കാം. വേണ്ട, അമ്മാവനുമായി പൊരുത്തപ്പെടാൻ എനിക്ക് കഴിയില്ല. കുഞ്ഞ് എങ്ങോട്ട് പോകും? എനിക്ക് മാത്രമായി ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാകണമെന്നില്ല. എന്റെ ഭഗവതി, എന്തൊക്കെ കാണണം. ഈ വീട്ടിൽ ഒറ്റ ഒരാളിനോട് മാത്രമേ എനിക്ക് ബഹുമാനം തോന്നിയിട്ടുള്ളൂ. അപ്പുനായരോട് മാത്രം. കുഞ്ഞ് ഒന്നുകൂടി ആലോചിക്കൂ. കുഞ്ഞ് പോകണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പോണോ അപ്പുനായരെ? എനിക്ക് പോണം. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തൊക്കെയായാലും രാജകുഞ്ഞ് അങ്ങ് ഒടപ്പറന്നവളുടെ മകനാണ്. അതിന് ഞാൻ എന്ത് വേണമെന്നാ അപ്പനായർ പറയണത്? ഈ തറവാട്ടിലെ ഒരു സന്താനം തെരുവിലാകരുത്. അപ്പനായരെ, ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്. അവനത് കടന്നിരിക്കുന്നു. അപ്പുനായരെ, ഞാൻ ഇറങ്ങാണ്. അപ്പനായരെ, പടിപ്പുര അടച്ചേക്കൂ. ഇനി അവന് വേണ്ടി ഒരിക്കലും അത് തുറക്കരുത്. ഒരിക്കലും എനിക്ക് ഇവിടെ വരേണ്ടി വരും ഇവളെ വിവാഹം കഴിക്കാൻ. അന്ന് ഈ പടിപ്പുര തുറന്നില്ലെങ്കിൽ ഞാനത് ചവിട്ടിപ്പൊളിക്കും. എടാ, ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ എന്റെ മകളെ കുറിച്ചുള്ള ആഗ്രഹം കൂടി ഉപേക്ഷിച്ച് പോകുന്നതാ നല്ലത്. ഇവൾ എന്റേതാണ്. ആരെങ്കിലും എതിർത്താൽ അവന്റെ ചോരയിൽ മുഖ്യ കൈകൊണ്ട് ഇവളുടെ കരുത്തി ഞാൻ താലി കെട്ടും. എടോ കളവാ, ഇത്രയും ഭാരം താൻ ചുമക്കും? താൻ ചത്തുപോവില്ലയോ? ജീവിക്കണ്ട കുഞ്ഞെ. ഓ, ജീവിക്കണം. ഇത്രയും കാലം ജീവിച്ചില്ലയോ? ജീവിതം ഇടം വരെ ആയി. തീരെ നടക്കുമ്പോ ഇത്തിരി ആശ്വസിച്ചോട്ടെ കുഞ്ഞെ. എടോ, അത് പൊക്കി എന്റെ തലയിലോട്ട് വെക്കാൻ. അയ്യോ കുഞ്ഞെ. ആ പൊതിങ്ങെടുത്തോ. ഇതെങ്ങോട്ടാ കൊണ്ടുപോണ്ടേ? ആ രാമേന്ദ്രൻ മുതലാളിയുടെ വീട്ടിലേക്ക്. വാ. എടോ, തനിക്ക് ആരൊക്കെ ഉണ്ട്? ഭാര്യയും കുട്ടികളും ഉണ്ട്. കുട്ടികളെന്ന് പറഞ്ഞാൽ തന്റെ ഇല്ലയോ? അവർ തനിക്ക് എളുതിനെ വരത്തില്ലയോ? എല്ലാം കുഞ്ഞുങ്ങളാ, നാഴി ഉരിയും പോലെ. അതെന്താണോ തന്റെ കുഞ്ഞുങ്ങളെല്ലാം നാരി ഉരിയായി പോയത്? കല്യാണം കഴിച്ചത് പ്രായമായിട്ടില്ല. അപ്പൊ ലേറ്റാ.
തനിക്ക് എത്ര കുട്ടികളുണ്ട്? 7 മക്കളുണ്ട്. മൂത്തതിന് 14 വയസ്സ്. എല്ലാം ഓരോ വയസ്സിന് ഇളയതാ. അപ്പൊ വയസ്സായെങ്കിലും അതിന് കുറവൊന്നുമില്ല. ഇനിയെങ്കിലും സൂക്ഷിച്ചോ. വാ. മുതലാളി, മുതലാളി, എന്തായത്? ഓ, വെറുതെ ഇളയെ സഹായിക്കാമെന്ന് കരുതി. ആ കൂലിയും തന്നെ. ഇതുകൊണ്ട് എടോ, ഇതുകൊണ്ട് നിങ്ങൾ ഇത്രയും പേര് എന്ത് ചെയ്യും? ഇതോടെ വെച്ചോ. ഇതാ, ഇത് നിനക്കുള്ളതാ. പുതിയ കയ്യിലും ജമ്പന്റെ തുണി കൊണ്ട വെച്ചേ, വെളിയിൽ പോകുമ്പോ കൊടുക്കാം. 2 ദിവസമായി കൊച്ചമ്പ്രാൻ എവിടെ ആയിരുന്നു? ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നില്ലെന്നേ ഉള്ളൂ. പലതും കഴിച്ചായിരുന്നാ? കാപ്പി കുടിച്ചു. വിശക്കുന്ന ഇവിടെ വല്ല ഇരിപ്പുണ്ടോ? ഉണ്ട്. ഇന്ന് കഞ്ഞി വെച്ചില്ലേ? ഇല്ല, ഇന്നലെ മിനിയാന്നും കഞ്ഞി വെച്ച് കാത്തിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എന്നെ ആരും കാത്തിരിക്കണ്ടെന്ന്. വരുമ്പോ വല്ലതും ഉണ്ടേ തന്നാ മതി. ട്യൂഷനിലെ നെയ്യും പരിപ്പും കൂട്ടി ഉണ്ണേണ്ടത് അമ്പ്രാനാണ്. നെയ്യും പരിപ്പും കൂട്ടി ഉണ്ണുന്നതിനെക്കാട്ടിലും നല്ല രുചിയായതിന്. ദൈവങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. എന്തിനാ അത്? ഏനിത് മുണ്ട് മേടിക്കാൻ കൂട്ടി വെച്ചതാ. ഇന്നിതെടുത്ത് കൊച്ചമ്പാന് കഞ്ഞി വെച്ച് തരാം. വേണ്ട, അതോടെ വെച്ചേക്ക്. മാളു. എന്തോ? എന്നാ പോയി അരി വാങ്ങി. ആരടാ അത്? ഞാനാണ്. ഞാനെന്ന് പറഞ്ഞാൽ കുട്ടിയാ. നിക്കടാ അവിടെ. വാടാ അവിടെ. എടാ ഇങ്ങോട്ട് വരാൻ. എടാ, ഇന്നവിടെ എന്തായിരുന്നു? എവിടെ? അവിടെ ഒന്നുമില്ലല്ലോ. കള്ളം പറയൽ. സുമിത്രയെ കാണാൻ ആള് വന്നില്ലേ? വന്നു. അവരെന്ത് സംസാരിച്ചു? അത് വല്ലതും എനിക്ക് കേട്ടിരിക്കാൻ പറ്റുമോ കൊച്ചങ്ങുന്ന? വലിയടുത്ത കാര്യമല്ലേ. പെണ്ണിനെ അവർക്ക് ഇഷ്ടപ്പെട്ടോ? കല്യാണത്തിന് വിറക് വാങ്ങുമ്പോ കുറെ കൂടുതൽ വാങ്ങിക്കാൻ നീ എന്ന് പറഞ്ഞേര്. പലർക്കും ചിത ഒരുക്കേണ്ടി വരും. നീ പോ. വെറുതെ വഴക്കുണ്ടാക്കണ്ട. അത് നീ നോക്കണ്ട. നീ പോയി കരി വാങ്ങിച്ചോണ്ടോ. അപ്പൊ നേരെ നാളെ നിങ്ങള് മധുവിന്റെ വീട് വരെ ഒന്ന് പോണം. കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് നേരത്തെ സംസാരിച്ചിരിക്കണ്ടേ? അത് വേണ്ടതാണ്. അപ്പൊ നാളെ തന്നെ പോയിക്കൊള്ളൂ. നിനക്കെന്താ അവിടെ കാര്യം? സുമിത്ര കുഞ്ഞിന്റെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ട് അങ്ങൊന്ന് എന്നെ അങ്ങോട്ട് പിരിച്ചു വിട്ടയക്കണം. എന്താ ഉണ്ടായേ? കൊച്ചക്കത്തിനെ കണ്ടു. ആരെ? രാജനെയോ? അതെ. അവൻ എന്തു പറഞ്ഞു? കല്യാണത്തിന് വിറക് മേടിക്കുമ്പോ കുറെ കൂടുതൽ മേടിക്കണമെന്ന്.
എല്ലാവർക്കും ചേച്ചി എടുക്കേണ്ടി വരുമെന്ന്. നീ പൊയ്ക്കോ. അപ്പൊ നേരെ ആ രാജ്യം ശല്യം ഉണ്ടാക്കാൻ തന്നെയാണ് ഭാവം. ഞാനും ഒരു കൈ നോക്കാൻ തീരുമാനിച്ചു. വിവാഹത്തിന് രാജൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ ഞാൻ അവനെ കൊല്ലും. 12 കൊല്ലം മണ്ണ് ചുമന്നാലും സാരമില്ല, തൂക്കാൻ വിധിച്ചാലും കൊള്ളാം. ഞാനത് കരുതിയിരിക്കുകയാണ്. കൊച്ചിനെങ്ങനെ ഉണ്ട്? രാത്രിയുടെ കിടപ്പ് കണ്ടോ തമ്പ്രാൻ? മൂച്ചുമില്ല, മുണ്ടാട്ടുമില്ല. ദൈവങ്ങൾ ഞങ്ങളോട് കോപിച്ചിരിക്കുക. അതെ അതെ, ദൈവത്തിന് നിങ്ങളോടൊക്കെ വലിയ കോപമാണ്, ഞങ്ങളോടൊക്കെ വലിയ സ്നേഹവും. ഇവക്ക് ഇത്രയും സോക്കേട് കൂടുതലുണ്ട്. നീ ഒരുത്തനെ വിട്ട് എന്നോട് പറഞ്ഞിരുന്ന ഞാൻ ഇങ്ങോട്ട് വരികയല്ലായിരുന്നു. ഏത് ബുദ്ധി തോന്നിയില്ല അമ്പ്ര. നിനക്ക് എന്നാ ബുദ്ധി തോന്നുക? ഇവിടെ അച്ഛനവിടെ പോയി വൈക്കത്ത് കൊയ്ത്തിന് പോയിരിക്കാം, നാളെ വരും. രാത്രി എന്ത് കാട്ടാൻ പോണു കൊച്ചൻ? കുഴി വെച്ചങ്ങ് മൂടാന്, അല്ല സോക്കേട് ഒന്നും ഇവിടെ കൊണ്ടുവരാം. വരി എടി, വരാൻ ഡോക്ടർ എടുത്ത് വാങ്ങുന്നു. എന്താ താ ഇങ്ങനെ കിളിക്കുന്നേ? അതിനെ കൊല്ലണ്ട. അതിനെ കൊല്ലണ്ട. കൊച്ചുപാറിന്റെ തലയിലുള്ള തേനല്ലേ ദേ ഈ തലയിലോട്ടിട്ട് അവിടെ കിടന്ന് വളർന്നോട്ടെ. തനിക്ക് ചുരുക്കുണ്ടോ? അവിടുന്ന് കൊച്ചുപാറു, കല്യാണം കഴിക്കാൻ എത്ര വയസ്സ് വേണം? തന്റെ വയസ്സ് കൂടുതലാ. എന്നിട്ട് എന്താ കൊച്ചുപാറു എന്നെ കല്യാണം കഴിക്കാത്തത്? നമുക്ക് കല്യാണം കഴിക്കാം. എന്തെന്ന്? നമുക്ക് കല്യാണം കല്യാണം കഴിക്കാം. ദേ എന്റെ വാ തെറിച്ചതാണ്, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. പൊക്കെ അവിടുന്ന്. കല്യാണം കഴിക്കുന്നതല്ലേ വിഷമമുള്ളൂ. വേണ്ട, കല്യാണം കഴിക്കണ്ട. വേറൊരു കാര്യം പറയട്ടെ, കൊച്ചുപാറിന്റെ കെട്ടിയോ മരിച്ചിട്ടില്ല. ബസ് കയറി ചത്തില്ലേ, ബസ് വേറെ ആളുടെ പുറത്താണ് കയറിയത്. കൊച്ചുപാറിന്റെ കെട്ടിയ ഞാനാണെന്ന് കരുതിക്കോ, നമുക്ക് ഒരുമിച്ച് ജീവിക്കുക. വേണ്ട, താനങ്ങ് പോയാ മതി. കെട്ടിയോണ്ട് അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് ഞാൻ കെട്ടിയതാണെന്ന് കരുതി എന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊച്ചുപാറു, ഈ അവസ്ഥയിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എടിമല്ലേ, രാജകുഞ്ഞില്ലേ ഇവിടെ? രാജകുഞ്ഞില്ലേ ഇവിടെ? ഉണ്ട്. ആ വിളിക്ക്. കൊച്ചമ്പ്ര, കൊച്ചമ്പ്ര, ആ കഴുസൻ തമ്പ്രാൻ വന്നിരിക്കുന്നു. എന്താ അപ്പാരെ? ഓരോരുത്തർ അവിടെ വന്ന അമ്മാവനോട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ആരായി ഓരോരുത്തരെ? ആരാ? കുഞ്ഞിനെ കാണുന്നവരല്ല. തറവാട്ടിൽ കൊലപാതകം നടത്തുമെന്ന് പറഞ്ഞെന്നാ പറയണത്. അതൊക്കെ ഞാൻ പറഞ്ഞതാ, കൊലപാതകം നടക്കുകയും ചെയ്യും. കുഞ്ഞു വഴക്കിനൊന്നും പോകണ്ട. വഴക്കിനൊന്നും ഞാൻ പോകുന്നില്ല അപ്പാരെ. സുമിത്ര എനിക്ക് വിവാഹം കഴിച്ചു തന്നാ മതി. അമ്മാവൻ അത് ഇഷ്ടമല്ലെന്ന് അറിയാമല്ലോ. എങ്കിൽ പലതും സംഭവിച്ചു എന്ന് വരും. കുഞ്ഞിന്റെ പിടിവാശിയൊക്കെ അങ്ങ് കളാം. ആ കുഞ്ഞിനൊരു കല്യാണക്കാര്യം വന്നിട്ടുണ്ട്. കൊള്ളാവുന്ന ചെറുക്കനാണ്. അവരതങ്ങ് നടത്തി കൊടുക്കട്ടെ. കുഞ്ഞിന് വേറൊരു സംബന്ധം ആലോചിക്കാം. ഞാനത് നടത്തിത്തരാം. സുമിത്രയെ വേർത്തും കല്യാണം കഴിക്കുന്നത് എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അപ്പനായർ വന്നതെങ്കിൽ അപ്പനായർക്ക് പോവാം. കുഞ്ഞ് ഞാൻ പറയുന്നത് കേൾക്കില്ല, എന്നെ അനുസരിക്കില്ല. ഇക്കാര്യത്തിൽ മാത്രം ഇല്ല. കുഞ്ഞെ, അങ്ങനെയും കുഞ്ഞിനെ പോലെ വാശിക്കാരനാണ്. എന്തും സംഭവിക്കാം. കുഞ്ഞിന്റെ ദേഹത്ത് ആരെങ്കിലും ഒരു മണ്ണ് നുള്ളിയിട്ടാൽ ഈ അപ്പനായർ സഹിക്കില്ല. കുഞ്ഞെ, അപ്പനായരെ, എന്തോ? നാളെ എപ്പോഴാ മധുവിന്റെ വീട്ടിലേക്ക് പോകുന്നത്? രാവിലെ പോകാം. അങ്ങനെ ദേഷ്യം വരില്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത്? രാവിലെ പോകാം. അങ്ങനെ ദേഷ്യം വരില്ലെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. അല്പം ബുദ്ധിമോശമായിരിക്കാം. എന്താ പറയൂ. അങ്ങനെ രാജൻകുഞ്ഞ് ഈ തറവാട്ടിലെ തന്നെയാ. അല്പം മുൻകോപവും ചുണ്ടിയും ഉണ്ടെന്നേ ഉള്ളൂ. രാജൻകുഞ്ഞിന് സുമിത്ര കുഞ്ഞിനെ കൊടുത്താൽ ഒരു പക്ഷെ അതുകൊണ്ട് ആള് നന്നായെന്ന് വന്നേക്കാം. അപ്പോഴേ
അപ്പനാര് താനെന്താ പറഞ്ഞത്? എന്റെ മോളെ അവര് സംബന്ധം ചെയ്തു കൊടുക്കേ. കൊലയരുമായിട്ട് അവന്റെ കൂട്ടുകെട്ട്, കൊലമാരത്തിലാ താമസം. ആ ചാത്തന്റെ മോളും ആളുമായിട്ട് അവന് ഇഷ്ടാത്രേ. പറയാൻ കൊള്ളാത്ത ബന്ധങ്ങൾ. അങ്ങൊന്ന് വിചാരിക്കുന്ന പോലെയല്ല. രാജൻകുഞ്ഞിന് ആ പൊലച്ചി പെണ്ണിനെ സ്വന്തം സഹോദരിയെ പോലെയാ. അതെനിക്കറിയാം. ആ പിന്നെ തന്നെ താഴ്ത്തിക്കൊണ്ടല്ലേ അവരൊക്കെ ചെയ്യുന്നത്. താൻ ഇവിടുത്തെ കാര്യസ്ഥന്റെ ജോലി മാത്രം ചെയ്താൽ മതി. ഈ തറവാട്ടിലെ പെണ്ണുങ്ങളെ ആർ കൊടുക്കണമെന്ന് നിശ്ചയിക്കണ്ടേ ഞാനാ. മനസ്സിലായോ? സ്വാമി, സ്വാമി, നമ്മുടെ ധ്യാനത്തിന് ഭംഗം വരുത്തുന്ന വാനരൻ ആര്? ശങ്കരൻ. ശങ്കര, സ്വാമി, നിനക്ക് എന്തു വേണം? സ്വാമിക്ക് ഈ ഗൂഢോത്രം ശൂദ്രമെല്ലാം അറിയാമോ? നമുക്കറിയാൻ പാടില്ലാത്തതൊന്നുമില്ല ശങ്കര. സന്താന സൗഭാഗ്യമില്ലെങ്കിൽ അതുണ്ടാക്കിത്തരാം. അത് മനസ്സിലായില്ല. കുഞ്ഞുങ്ങളില്ലെങ്കിൽ നമ്മുടെ മന്ത്രശക്തി കൊണ്ട് നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. അതിനാദ്യം കൊച്ചുവാറിന് കല്യാണം കഴിക്കട്ടെ, പിന്നെ മതി സന്താനം. അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള പെണ്ണിനെ വശീകരിച്ച് സ്വന്തമാക്കണമല്ലേ? അതന്നെ കൊച്ചുവാറിന് എന്നോട് സ്നേഹം തോന്നണം. അതിന് സ്വാമി ഒരു ശുദ്ധം ചെയ്തു തരണം. അത് വളരെ നിസ്സാരം. അഷ്ടദിക്പാലകന്മാരെ മനസ്സിൽ ധ്യാനിച്ച്, സൂര്യചന്ദ്രന്മാരെ മനസ്സിൽ വിചാരിച്ച്, ഈ കയ്യിൽ ഒരു ദക്ഷിണ 50 പൈസ ദക്ഷിണയായി എത്രയും കൊടുക്കാം. കണക്കില്ല. കയ്യിലുള്ളത് മുഴുവൻ കൊടുക്കുന്നതാണ് നല്ലത്. സ്വാമി 10 പൈസ ബീഡി മേടിക്കാൻ വെച്ചതാണ്. ഞാൻ നിനക്കൊരു ഏലസ് തരാം. അത് നിന്റെ കയ്യിൽ കെട്ടിയാൽ 7 ദിവസം 7 നാഴിക 7 വിനാഴിക കൊണ്ട് കൊച്ചുപാറു നിന്റെ സ്വന്തമാകും. സ്വാമി, എന്നൊരു കാര്യം ചെയ്യാം. ഏലസും കൂടി തന്നിട്ട് ഇപ്പൊ തന്നെ കെട്ടാം. അതുണ്ടാക്കണം. നീ ഒരു കാര്യം ചെയ്യണം. എന്ത് വേണമെങ്കിലും ചെയ്യാം. സ്വാമി ഇങ്ങോട്ട് പറഞ്ഞു. എന്താ വേണ്ടത്? ഞാൻ പറയാം. ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വിളിക്കുന്ന ശങ്കൊന്ന് കരസ്ഥമാക്കുക. അതുമായി അർദ്ധരാത്രി ശ്മശാനത്തിലേക്ക് പോവുക. നൂൽബന്ധമില്ലാതെ ആയിരിക്കണം നീ പോകേണ്ടത്, കേട്ടോ? ഈ നൂൽബന്ധമില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ സ്വാമി? ഉടുതുണി ഒന്നുമില്ലാതെ. അയ്യേ സ്വാമി, അപ്പൊ എന്റെ നാലാരും കാണില്ലേ? 4 ഭാഗവും തിരിഞ്ഞു എന്ന് ശംഖ് വിളിക്കുക. അപ്പൊ 4 ഭാഗത്തെയും കാണിക്കണമെന്ന്? അതെ. ശ്മശാനത്തിലെ ഒരു പിടി മണ്ണുമായി നീ എന്നെ സമീപിക്കുക. ഏലസ് ഞാൻ ഉണ്ടാക്കിത്തരാം. അപ്പോൾ കൊച്ചുപാറും നിന്റെ സ്വന്തമാകും. ശംഖ്, നൂൽബന്ധം, ശ്മശാനം, ഒരു പിടി മണ്ണ്. ആദ്യം ശംഖ് അല്ലേ? ശംഖ്, ശ്മശാനം വേണ്ട. ശംഖ്.
പെണ്ണ് കാണാൻ വന്നെന്നും വിവാഹം കഴിക്കാൻ പോകുന്നെന്നും കേട്ടല്ലോ. അതിനൊന്നും സമ്മതം മൂളണ്ട. നീ നിന്നെ വിവാഹം കഴിക്കാനാണ് ജീവിക്കുന്നത്. മറ്റാരെങ്കിലും നിന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ അവന്റെ നിന്റെ തലയാനടി. ഞങ്ങൾ കുളിച്ചോണ്ടിരുന്നപ്പോ സുമിത്രയുടെ രാജേട്ടൻ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. അയ്യോ, നിങ്ങൾ വേഗം വീട്ടിലേക്ക് നോക്കൂ. എന്തിനും തുനിഞ്ഞിറങ്ങി നടക്കുന്നവനാണ് അവൻ. കയ്യും കാലും കൂച്ചിക്കെട്ടിയിട്ട് എടുത്തോണ്ട് പോകാനും മടിക്കില്ല. കൊണ്ടുപോയാൽ എന്തൊക്കെയാ സംഭവിക്കാന്നും പറയാൻ പറ്റില്ല. വേഗം വീട്ടിലേക്ക് നോക്കോളൂ. പൊക്കോളൂ, പൊക്കോളൂ. നമ്മുടെ ഈ രാജന് ഒരു കഥയില്ലാത്തവനാ. ഇച്ചിരി മുൻചുണ്ടിട്ടത് മാത്രം. പാവം തിരുമേനി, എനിക്ക് ശങ്കൊന്ന് വേണം. ഭഗവാന്റെ ശങ്ക നിനക്ക് തരിക അസലായി. ഇപ്പൊ ഞാൻ ഊതി നോക്കട്ടെ, പിന്നെ രാത്രി തന്നാൽ നാളെ കാലത്താൻ കൂടി തിരിച്ചു തരാം. ശങ്കര കളിക്കരുതട്ടോ, ഞാൻ പറഞ്ഞേക്കാം. ബസൂരി പൊങ്ങും കരിഞ്ചപ്പെട്ട ചത്താലും വേണ്ടില്ല. അതുങ്ങടാ തിരുമേനി. അവൻ അങ്ങനെയൊക്കെ പറയും. അതിനെന്റെ മോൾ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് ഈ കല്യാണം വേണ്ടമ്മേ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. വെറുതെ രാജേട്ടനെ കൊണ്ട് എന്തിനാ എന്നെ കൊല്ലിക്കുന്നേ? എന്റെ മോള് പേടിക്കണ്ട. എന്റെ മോളെ അവനൊന്നും ചെയ്യത്തില്ല. എന്താ ഇവളെന്താ കിടക്കണത്? അസുഖം വല്ലതുമാണോ? ഭാരതിയോടാ ചോദിച്ചത്. ഇവള് കുളിച്ചു തൊഴാൻ പോയപ്പോ രാജനെ കണ്ടുവന്ന്. എന്നിട്ട് കൊന്നുകളയുമെന്ന് ഭയപ്പെടുത്തിയെന്ന്. അവനെ ഇനി ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. അപ്പുതാരെ, 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 എന്തോ ആ രാജന്റെ ശല്യം സഹിക്കാൻ വയ്യാതായിരിക്കാണ്. താനല്ലേ അവനെ പറ്റി എപ്പോഴും നല്ല പറയാറുള്ളത്. സുമിത്ര കുളിച്ചു തൊഴാൻ പോയപ്പോ അവൻ അവളെ ശകാരിച്ചു അത്രേ. ആ ഗോപാലൻ ചെട്ടമ്പിയും കൂട്ടുകാരോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ഈ പ്രാവശ്യം നീ പറഞ്ഞേ നോക്കൂ. ഞാൻ മധുക്കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. ഗോപാലനോട് പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ട് പോയാൽ മതി. മധുവിന്റെ വീട്ടുകാരോട് വിവാഹ നിശ്ചയം ഉടൻ തന്നെ നടത്തണമെന്നും പറ. പോയിക്കോളൂ. കൊച്ചമ്പ്രാട്ടി, മാളു, രാജേട്ടൻ മാളുവിന്റെ മാടത്തിലുണ്ടോ? ഇല്ല. കൊച്ചമ്പ്ര കാക്ക അറിഞ്ഞപ്പോഴേ എണീറ്റ് പോയി. എന്താ കൊച്ചമ്പ്രയുടെ അടുത്ത് വല്ലതും പറയാനാ? വേണ്ട. രാജേട്ടൻ എന്നെയും എന്നെ കല്യാണം കഴിക്കുന്ന ആളെയും കൊല്ലുമോ? അതിപ്പോ ഞാൻ എങ്ങനെ അറിയാനാ? രാജേട്ടന് ഞങ്ങളെ ഒന്നും ചെയ്യാനൊക്കില്ല. അച്ഛൻ ചട്ടമ്പിയുടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാൻ പോണു കൊച്ചമ്പ്രാട്ടി. എന്താ വേലി? മാളോടെ ഇല്ലേ കൊച്ചമ്പ്ര? അവളെ എവിടെയും കണ്ടില്ല. ഇവിടെ ചാത്ത, തന്റെ മോളോടെ പോയി? കടയിലോട്ട് പോയിരിക്കാം. എന്താ ആവശ്യം? ഈ നെല്ലുണ്ടെങ്കിൽ കട മേടിക്കാൻ വന്നതാ. നെല്ല് പുഴുങ്ങി പത്തായത്തിലിട്ടിരിക്കല്ലയോ? നീലിക്ക് കടം ചോദിക്കാൻ കണ്ടൊരു വീട്. എനിക്ക് വിശപ്പ്. കൊച്ച കളിത്തമാശയാ. നീലി, നീ ഇത് കൊണ്ടുപോയി അരി വാങ്ങിച്ച് കഞ്ഞി വയ്ക്കും. എടി, നിന്റെ മോളെ ഇങ്ങനെ നടത്തിയാ മതിയോ? പള്ളിക്കൂടത്തി വിടണ്ടേ? പടത്തോന്ന് എങ്ങക്ക് ദൈവങ്ങൾ പറഞ്ഞിട്ടില്ലേ തമ്പ്രാൻ? ദൈവം സ്കൂൾ മാഷൊന്നുമല്ല. ഇവളെ സ്കൂളിൽ ചേർക്കണം, പഠിപ്പിക്കണം. പുസ്തകമൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. പൊയ്ക്കോ. കുടിക്കാൻ കുറച്ച് വെള്ളം വേണം.
എനിക്ക് മനസ്സുള്ളിടത്തേക്ക് നീ ആരാ ചോദിക്കാൻ? അവിടെ വീട്ടിന്റെ വഴി കൂടെ ഒന്നും പോകണ്ട. ആ, എന്താ കാര്യം? വല്യമ്പ്ര ചട്ടമ്പികളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അമ്മാവനോ? എന്നെ തല്ലാനോ? ആരാ നിന്നോട് പറഞ്ഞത്? കൊച്ചമ്പ്രാട്ടി. എന്നാലാ ഒന്ന് കാണണമല്ലോ. എടോ ചാത്ത, അതിങ്ങോട്ട് താ. എടോ അതിങ്ങോട്ട് തരാൻ. ചട്ടമ്പിമാരെ വെച്ച് എന്നെ തല്ലിക്കാറായി. ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ എനിക്ക് അരി കിട്ടാൻ മതി. കൊച്ചമ്പ്ര പോകണ്ട. മാറാനാ പറഞ്ഞത്. കൊച്ചമ്പ്രാനെ ഞങ്ങൾ വിടൂല്ല. കൊച്ചമ്പ്രാൻ പോകണ്ട. ചാത്ത, മര്യാദക്ക് ഞാൻ പറയുന്നത്. ഞാൻ പോയി നോക്കട്ടെ. എന്നെ തല്ലാൻ തുണയുള്ള ചട്ടമ്പിമാരാരെന്ന് എനിക്കറിയാം. കൊച്ചമ്പ്ര പോകണ്ട, അവര് തല്ലും. എന്നെ ഒരുത്തരം തൊടില്ല. ഞാൻ പോകും. ഏങ്ങൾ പറയണത് കേൾക്കാൻ വയ്യ. കൊച്ചമ്പ്രാൻ പൊക്കോ. ഏങ്ങൾ 2 ജീവനൂടെ ഉണ്ട്. എവിടെങ്കിലും വെട്ടിക്കൊണ്ട് എന്നിട്ട് പോയി കണ്ട ചട്ടമ്പി തമ്പ്രാക്കളുടെ തല്ലും കൊണ്ട് കേറി വാ. ഏങ്ങൾ പറയണത് കേൾക്കാണ്ട് കൊച്ചമ്പ്രാൻ പോയാ ഇവിടെ വേറെ അരിവാളുണ്ട്. ഏങ്ങൾ തന്നെത്താൻ വെട്ടിച്ചാവും. ആ, ഞാൻ ഒരിടത്തേക്ക് കീഴടങ്ങുന്നുള്ളൂ, നിങ്ങളുടെ സ്നേഹത്തിന്റെ മുന്നിൽ. കൊച്ചുവാറു, എന്താ നാളെ നമ്മളെ കല്യാണ നിശ്ചയല്ലേ? അല്ല, സുമിത്ര കുഞ്ഞിന്റെ കല്യാണ നിശ്ചയല്ലേ? ഇതെന്താ താനൊരു പുതിയ കാര്യം പറയുന്ന പോലെ? അതല്ല, നാളെ രാജൻ കുഞ്ഞിന്റെ ഒരു വരവുണ്ട്. പിന്നെ ഇവിടെ ചോരക്കളിയായിരിക്കും. ആരെല്ലാം ചാവോ എന്തോ ദൈവത്തിനൊരാൾക്ക് അറിയാം. അല്ല കൊച്ചുവാറു, നമ്മൾ എന്താ വെറുതെ ചാവുന്നത്? നമുക്ക് ഇവിടുന്ന് രാജ്യം വിട്ടുപോയിട്ട് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. വേണ്ട, ഞാൻ ചത്തോളാം. തന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ചാകുന്നതാ. അവസാനം നിന്നെയും കൊല്ലും ഞാനും ചാവും, ഇത് താനൻ കക്ഷി. നിന്റെ തന്തേത് നിന്റെ തള്ളേത് ഈ നാം പേച്ചി. അയ്യോ ശങ്കര, എന്തോ ഇവിടെ വാ. എന്നെയാ? അല്ല, നിന്റെ തന്തയാ. തന്ത മരിച്ചിട്ട് 10-15 വർഷം കഴിഞ്ഞില്ലേ ഗോപാലൻ ചേട്ടാ? അയ്യോ, ഞാൻ പശുവിന് പുല്ല് കൊടുത്തിട്ട് ഇപ്പൊ വരാം. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. നിനക്ക് വിളിച്ച വരാൻ വയ്യ അല്ലേടാ? അത് കൊള്ളാം. ഗോപാലൻ ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ വരാതിരിക്കേ? അതല്ലേ ചേട്ടാ ഞാൻ ഓടി 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 വന്നത്. സത്യം പറഞ്ഞ ഗോപാലൻ ചേട്ടൻ എന്റെ ഒരു ചേട്ടനെ പോലെ അത്ര ഇഷ്ടം. മതി മതി, നിർത്തടാ. നിർത്തി. ഇന്ന് രാത്രി തിന്നാനുണ്ട്. ഇന്നലെ ചോറായിരുന്നു, മേഞ്ഞാന്നും ചോറായിരുന്നു. ഞാനിവിടെ ചെറുപ്പത്തിലേ വന്നിട്ടുണ്ട്. അന്ന് മുതലേ ചോറാണ്. ഇന്നും ചോറായി. അറിയോ? കറിയാൽ അസ്ഥിലെ അറിയാം, അല്ലെ രുചിയുള്ള കറിയാ. പച്ചക്കറിയാണോ? ആ, പച്ചക്കറിയാണ്. മീന ഇറച്ചി വല്ലതുണ്ടോ? എന്തിനാ പോകാൻ ചേട്ടാ മീൻ ഇറച്ചു? ഇവിടുത്തെ പച്ചക്കറിക്ക് മീനിന്റെ ഇറച്ചിന്റെ എല്ലാത്തിനും സ്വാദാണ്. എന്നാലേ ഞങ്ങൾക്ക് പച്ചക്കറി വേണ്ട, മീനോ ഇറച്ചിയോ വേണം. ആർക്ക് വേണം ഈ പച്ചക്കറി? തിന്നുകയാണെങ്കിൽ മീനും ഇറച്ചിയും തിന്നണം, എന്നാലേ ശരീരത്തിന് ഒരു ഇതുണ്ടാവുള്ളൂ. മീനോ ഇറച്ചിയോ വേണമെന്ന് ആരോടാ പറയേണ്ടതെന്നാൽ നീ ചെന്ന് പറഞ്ഞേരെ. കൊച്ചമ്മയോട് പറയാം. പിന്നെ വല്യമ്മയായാലും ശരി കൊച്ചമ്മയായാലും ശരി, മീനും ഇറച്ചിയും എനിക്ക് കൂടിയേ തീരും. ദാ ചട്ടമ്പി അങ്ങനെ വിളിക്കുന്നു. മനസ്സിലാ? ഗോപാല, എന്തോ? നാളെയാണ് വിവാഹ നിശ്ചയം. രാജൻ എന്തിനും തുനിഞ്ഞു നടക്കുകയാണ്. ഇങ്ങോട്ട് വരാനും അവൻ മടിക്കില്ല. ഞങ്ങൾ കുറെ പേര് ഇവിടെ ഇല്ലേ? അങ്ങനെ പേടിക്കണ്ട. പേടിയൊന്നുമില്ല. അവനിങ്ങോട്ട് കയറി വന്നാല് എല്ലാം കൂടെ അലുങ്കോലാവില്ലേ? ഈ പടിപ്പുരയ്ക്ക് പുറത്ത് ഞങ്ങൾ കാവലുണ്ടാവും. ഈ പ്രദേശത്ത് അവൻ അടുക്കില്ല. പോരെ? അടിച്ചിന്റെ തൊടയെ തൊലിയാനിരിക്കും. എങ്ങോട്ടാവും ഞാൻ? അല്ലപ്പോ നേരെ ഈ പെണ്ണെ ചാണകവും വാരിക്കൊണ്ട് നടന്ന പെണ്ണ ഞാൻ പിടിച്ച് പള്ളിക്കുടുത്തി ചേർത്ത് പുസ്തകം വാങ്ങിച്ചു കൊടുത്തു. 4 ദിവസം അതിന്റെ 16 കഷ്ണമായിട്ട് കയറി ഇപ്പൊ തയ്ച്ചു കൊടുത്ത പള്ളിക്കുടുത്തി ഞാൻ പിടിച്ചു വലിച്ചോണ്ട് പോകണം. ഇത് നിങ്ങൾ നന്നാകത്തില്ല കുഞ്ഞേ. തലയിലെ വര മോശമാ. എന്താ നമ്മുടെ പിള്ളേരുടെ തലയിൽ പ്രത്യേകിച്ച് വല്ല വരയുണ്ടോ? അയ്യോ, എന്നല്ല. ഒരു കാര്യം ചെയ്യും, ഇവരെ പള്ളിക്കുടത്തിലോട്ട് വിടാൻ എനിക്കൊരു സ്ഥലം വരെ പോകണം. ഞാനോ? എന്താ പുലയക്കുട്ടി ആയതുകൊണ്ട് കൊണ്ടുപോകാൻ മടിയുണ്ടോ? എങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവന്നാക്കാം. അയ്യോ, എനിക്ക് മടിയൊന്നുമില്ല. പുലയക്കുട്ടിയായാലും പുലിക്കുട്ടിയായാലും എനിക്ക് ഒരുപോലെയാ. ഞാൻ കൊണ്ടുവന്നാക്കാൻ കുഞ്ഞ്. കൂടെ കയറടി. അപ്പോഴാരെ ഇവരെ പള്ളിക്കുടുത്തി കൊണ്ടിരുത്തിയിട്ട് അപ്പോഴാര് പോയാൽ മതി. കുഞ്ഞു പോയിക്കോ, ഇവളുടെ കാര്യം ഞാൻ ഏറ്റു. ഇങ്ങോട്ട് നടക്കടി. നിന്നെ കൈമ പിടിച്ചുകൊണ്ട് പോകാനൊന്നും എനിക്ക് സാധ്യമല്ല. ഇങ്ങോട്ട് നടക്കാൻ. നടക്കാ സത്തേ. മാവ് മര്യാദയായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ ഓരോ പള്ളിക്കൂടവും കൊണ്ട് തുറക്കും. നടക്കും. അശ്രീകരങ്ങൾ
മാറി വരുമ്പത്തുന്നു. വാസത്തെ നിന്നെ കൊണ്ട് നടന്ന മനുഷ്യന്റെ കഞ്ഞൂടി മുട്ടും. ഓ ജോത്സ്യരെ 27-ാം തീയതി രാവിലെ നടത്തിക്കൂടെ? രാവിലെ നല്ല മുഹൂർത്തമൊന്നും ഇല്ല. 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം വിവാഹം നടത്തുന്നതാണ് നല്ലത്. ഈ മാസത്തിൽ ഇത്രയും നല്ല വിവാഹ മുഹൂർത്തം വേറെ ഇല്ല. എന്താ ഉച്ചയ്ക്ക് ശേഷം നടത്താമോ? ഇനിയൊക്കെ അവിടെ തീരുമാനിച്ചാൽ മതി. എങ്കിലും അങ്ങനെ അല്ലല്ലോ. അല്ല, ഈ മേലൊക്കെ നിങ്ങളുടെ ഇഷ്ടമല്ലേ ഞങ്ങളുടെ ഇഷ്ടം. എങ്കിൽ 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം തന്നെ നടത്തിക്കളയാം. ശരി, ഞങ്ങൾക്ക് സമ്മതമാണ്. നീ ഇങ്ങനെ ഇരുന്നാലോ? സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്. ഇന്ന് 1-ാം തീയതി. കൃത്യമായി പറഞ്ഞാൽ ഇനി 26 ദിവസമേ ഉള്ളൂ നിന്റെ വിവാഹത്തിന്. ഓരോ ദിവസം പുലരുമ്പോ ഇങ്ങനെ വെട്ടിയാ മതി. അതാ രാജേട്ടൻ വരുന്നു. ഞാൻ വെറുതെ പറഞ്ഞതാ. അയാള് പാവമാ. ആരെ? രാജേട്ടനോ? അയാൾ നിന്നെ കെട്ടാൻ പോകുന്ന ആളോ? അത്രക്കിഷ്ടമായോ? ഞങ്ങളെ രണ്ടുപേരെയും രാജേട്ടൻ കൊല്ലും. വെറുതെ നിന്റെ പേടിയാ. രാജേട്ടൻ ഒന്നും ചെയ്യില്ല. വാ, നമുക്ക് പുറത്തേക്ക് പോയി നടന്നിട്ട് വരാം. അമ്മാവാ, സുമിത്രയുടെ വിവാഹം നിശ്ചയിച്ചു അല്ലേ? വിവാഹത്തിന് ഞാനും വരുന്നുണ്ട്. അമ്മാവൻ ഇപ്പൊ അവിടെ നിർത്തിയിരിക്കുന്ന ചട്ടമ്പികളില്ലേ, അവരെ എനിക്ക് തികയില്ല. കുറെ ആളുകളെ കൂടെ കരുതിക്കും. ഗോപാല, ഗോപാല, ഗോപാല. എന്തോ? രാജൻ കല്യാണത്തിന് നിന്ന് വരും, കല്യാണം മുടക്കും. അതെനിക്ക് ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നേരത്തെ വേണ്ടതുപോലെ ഒന്ന് കണ്ടേക്കാം. അതാ വേണ്ടത്. അവനെ കൊണ്ട് എനിക്ക് ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. അതിന് വേണ്ട എന്താ വെച്ചാൽ ചെയ്തോളൂ. ഈ ഗോപാലൻ ഏറ്റവും അവനില്ലേ ഇവിടെ? ആരും രാജൻ. എടി, നിന്നോടാ ചോദിച്ചു, അവനില്ലേ ഇവിടെ നിന്ന്? ഞാനിവിടെ ഉണ്ട്. നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കണ്ടിട്ട് വെറുതെ അങ്ങ് പോകാനാണോ? അല്ല, വേണമെങ്കിൽ 2 തന്നിട്ട് പോവാ. അതോ വാങ്ങിയിട്ട് പോന്നോ? ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ലടാ, കൊടുത്തിട്ടേ ഉള്ളൂ. ആ പിന്നെ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. ആ പെണ്ണിനെ കൊള്ളാവുന്നവരടുത്ത് കല്യാണം കഴിച്ചേക്കാൻ പോവുക. എന്റെ മുറപ്പെണ്ണിനെ, സുമിത്ര. അതിന് ക്ഷണിക്കാൻ വന്നതാണോ നീ? നിന്റെ തല അവിടെ ഞാനും കണ്ടുപോയെന്ന് പറയാവുന്നതാ. ഞങ്ങൾ അവിടെ കാണും. എടാ ഗോപാല, ഞാൻ അവിടെ വരും. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരുകയും ചെയ്യും. പറഞ്ഞ കേക്കില്ല.
ഞങ്ങൾ കണ്ടോളാമടാ. ഓടാ വരീനടാ. ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന് സംസാരിച്ചു. മേലാൽ ഇവിടെ വന്ന് ഒച്ച ഉണ്ടാക്കരുത്. വരുമെന്നും പറഞ്ഞ് എന്നെ അങ്ങ് പേടിപ്പിക്കാൻ തുടങ്ങി. ഞാൻ പിടിച്ച് 2 പടപടച്ചു. അതോടെ തൊഴുകയോടെ പറഞ്ഞു ഇനി വരില്ലെന്ന്. ഗോപാലിന് അവനെ മനസ്സിലായിട്ടില്ല. അവൻ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. അവന്റെ കാല് തല്ലി ഓടിക്കായിരുന്നു, അല്ലെങ്കിൽ കൊന്നൂടായിരുന്നു. അങ്ങുന്നിന്റെ അനന്തരവനാണെന്ന് കരുതി. അങ്ങനെയൊന്നും കരുതണ്ട. എനിക്കും അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഇനി അങ്ങൊന്ന് വിഷമിക്കണ്ട, ഞങ്ങളേറ്റു. രാജേട്ടനെ അവര് തൊട്ടിട്ടുണ്ടാവില്ല. എനിക്കറിയില്ല രാജേട്ടനെ. രാജേട്ടൻ അവരെ തല്ലിക്കാണും. ഇനി 24 ദിവസമേ ഉള്ളൂ നിന്റെ വിവാഹത്തിന്. രാജേട്ടൻ അമ്മ നിങ്ങളുടെ ഭർത്താവിടില്ലേ? അയാളെ പണ്ട് ഞാൻ കൊല്ലേണ്ടതായിരുന്നു. ചെയ്യാൻ ഞാൻ എന്താണെന്ന് വെച്ചാ അയാൾ ഇവിടെ അച്ഛനായിപ്പോയി. എന്നെ തല്ലാൻ കുറെ ചട്ടമ്പുകളെ അയച്ചിരുന്നല്ലോ. അവന്മാരിവിടില്ലേ? ആർക്കാ എന്നെ തല്ലരുത്? വരാൻ പറ. നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു, തീയതിയും നിശ്ചയിച്ചു. അവന്റെ കൂടെ ഇവള് ജീവിക്കും, എന്റെ കൂടെ ഇവള് ജീവിക്കും. എടി, ഇത് കണ്ടോ? നീ ആരുടെയെങ്കിലും മുമ്പ് താലി കെട്ടാൻ നിന്റെ കഴുത്ത് നീട്ടിയാൽ നിന്റെ ശവമായിരിക്കും ഇവിടെ കാണുക. നിങ്ങളുടെ ഭർത്താവും ചട്ടമ്പേരും വരുമ്പോ ഞാൻ വന്നിരുന്നെന്ന് പറഞ്ഞേക്കും. ഇതിവിടെ ഇരിക്കട്ടെ. സുമിത്രയുടെ വിവാഹത്തിന് എനിക്ക് ഉപയോഗിക്കേണ്ടി വരുമെന്ന് അമ്മ അവൻ ഓർമ്മിക്കട്ടെ. എന്റെ ഭഗവതി, ഈ കാലന്റെ തല തെറിച്ചെങ്കിൽ. കൊച്ചുപാറു, എന്താടോ തനിക്ക് വേറെ ജോലിയില്ലേ? ഒരിടത്ത് ഇരിക്കാൻ സമ്മതിക്കില്ല. എപ്പോ നോക്കിയാലും എന്റെ പിന്നാലെ. ഹോ, തന്നെ കൊണ്ട് ഞാൻ സഖി കെട്ടു. അങ്ങനെ പറയാതെ കൊച്ചുപാറു, ഇങ്ങോട്ട് നോക്ക്, നമുക്ക് കല്യാണം കഴിക്കാം. അയ്യ, ഒട്ടും ആശയില്ല. അതങ്ങ് മനസ്സിൽ വച്ചാ മതി. കൊച്ചുപാറു, ഇവിടെ നോക്ക്. മര്യാദയ്ക്ക് നീ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഗൂഢോത്രം ചെയ്ത് ഞാൻ നിന്നെ വശത്താക്കും. അമ്പടിയാ. എന്താ ഇവിടെ ഉണ്ടായത്? നിന്നോടാ ചോദിച്ചത്. രാജനിവിടെ വന്നിരുന്നോ? അപ്പനാരെ എന്തോ ഇതവന്റെ അവസാനത്തെ വരവാണ്. ഇനി അവനിവിടെ വരില്ല. ഗോപാലിനെ വിളിച്ച് അവനെ കൊന്നുകളയാൻ പറയും. അവനെ കൊണ്ട് തനിച്ചാവില്ലെങ്കിൽ വേറെ കുറെ ചട്ടന്മാരെ വിളിക്കാൻ പറയും. നാളെ നേരം വെളുക്കുമ്പോ രാജനെന്നൊരുത്തൻ ഈ ലോകത്തുണ്ടാവാൻ പാടില്ല. വേണ്ടങ്ങനെ രാജകുഞ്ഞിനോട് അങ്ങനെ ഈ കടുങ്കൈ ചെയ്യരുത്. അവ കാണിക്കുന്ന തുണിയാസങ്ങളൊക്കെ ഞാൻ കണ്ടു വെക്കാമെന്നാണ് നിങ്ങൾ പറയുന്നത്. രാജകുഞ്ഞിന് ഞാൻ ഉപദേശിക്കാം. നാളെ മുതൽ അങ്ങനെ രാജകുഞ്ഞിനെ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടായിരിക്കില്ല. ഞാൻ പറഞ്ഞ രാജകുഞ്ഞ് കേൾക്കും. ശരി, ഉപദേശിച്ച് നോക്കൂ. കേട്ടില്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും അവന്റെ വിധിയാണെന്ന് കരുതിക്കോളൂ. കുഞ്ഞിന് കുറെ കൂടെ ഉണ്ട്.
എന്താണ് ഉദ്ദേശം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്താ അപ്പനാരെ? ഒന്നും അറിഞ്ഞില്ല അല്ലേ? കുരുത്തക്കേടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അത് ഇത്രത്തോളം എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തറവാട്ടിൽ പോയിരുന്നു. ആ, പോയിരുന്നു. എങ്ങനെയാ പോയേ? എല്ലാരും പോകുന്നത് എങ്ങനെയാ? കാലുകൊണ്ട് നടന്ന്. അങ്ങനെ തന്നെ. അങ്ങനെയൊന്നുമല്ല കുഞ്ഞു പോയത്. അതുകൊണ്ടാണ് ചോദിക്കാൻ വന്നത്. ഒരു വെട്ടുകത്തിയുമായി തറവാട്ടിൽ ചെന്ന് അവിടെയുള്ളവരെല്ലാം വെട്ടിക്കൊല്ലാൻ നോക്കി. ചട്ടമ്പിത്തരമാണ് കയ്യിലിരിക്കുന്നത്. തറവാട്ടി പറഞ്ഞിട്ട് ഇങ്ങനെയെല്ലാം കാണിക്കാൻ ലജ്ജ തോന്നുന്നില്ലേ? അമ്മാവൻ എന്നെ തല്ലം ചട്ടമ്പിമാരെ അയച്ചു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അപ്പനാര് പറയുന്നത്? എന്തിനാ ചട്ടമ്പിമാരെ അയച്ചത്? ഒന്ന് ആലോചിച്ച് നോക്ക്. കുഞ്ഞ് മര്യാദക്കാരനായിരുന്നെങ്കിൽ അമ്മാവൻ മോക്ക് വേറെ കല്യാണം ആലോചിക്കുമായിരുന്നു. കുഞ്ഞിനെ തന്നെ കല്യാണം കഴിച്ചു തരുമായിരുന്നല്ലോ. അപ്പനാർക്ക് സംശയമായി തുടങ്ങിയോ? സുമിത്ര ഞാൻ തന്നെ കല്യാണം കഴിക്കും. പെണ്ണ് കെട്ടണമെന്ന് പറയുന്നവൻ തറവാട്ടിലേക്ക് വെട്ടുകത്തിയുമായിട്ടാണ് കയറി ചെല്ലുക. ആരാ പെണ്ണിനെ തരിക? ഇങ്ങനെ ഒരുത്തൻ ആരും പെണ്ണിനെ തരില്ല. ഈ കുഞ്ഞായിരിക്കുമ്പോൾ, കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ മോനെ ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നീ ഉമ്മ വെച്ചിട്ടുള്ളത്, അവിടെയാണ് നീ തല്ലിയത്. സാരമില്ല, നീ തല്ലിയാലും അപ്പനാർക്ക് വേദനിക്കില്ല മോനെ. ഈ കൈകളെ കൊണ്ട് തൂക്കിയെടുത്താണ് നിന്നെ വളർത്തിയിട്ടുള്ളത്. ഈ നെഞ്ചത്ത് കിടന്നാണ് മോനെ നീ ഉറങ്ങിയിട്ടുള്ളത്. നീ ചിലതൊക്കെ ചെയ്ത് കാണുമ്പോൾ ഈ നെഞ്ച് വേദനിക്കുന്നു മോനെ. അതുകൊണ്ട് അപ്പനായർ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഞാൻ അപ്പനായരോട് ക്ഷമിക്കും മോനെ, ക്ഷമിക്കും. അമ്മാവനോടുള്ള നിന്റെ ഈ കളി നല്ലതല്ല. അദ്ദേഹം വിചാരിച്ചാൽ എന്ത് നടക്കും? നിന്റെ ജീവൻ അപകടത്തിലാണ് മോനെ, സൂക്ഷിച്ച് നടക്ക്. ഇത് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ പോകുന്നു മോനെ. കൊച്ചമ്പ്ര, കറക്റ്റായിപ്പോയി. മനുഷ്യരിങ്ങനെ പെരുമാറുക. എടുത്തു നടന്ന് വളർത്തിയ ആളല്ലേ ഇങ്ങനെ ചെയ്യാ? ഓടിയോടുന്നു. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. എന്നെ തല്ലിക്കോ? കൊച്ചുമ്പ്രാന്റെ ഇളയ പെങ്ങളെ പോലെയാ. അച്ഛയിൽ കാര്യസ്ഥൻ തമ്പ്രാൻ കൊച്ചുമ്പ്രാന്റെ അച്ഛനെ പോലെയാ. ആ തമ്പ്രാനെ തല്ലിയത് ദൈവങ്ങൾ പൊറുക്കുകയല്ല. എന്താ അപ്പനാരെ, അവനെ കണ്ടു? കണ്ടു. അപ്പനാര് അവനോട് എന്തൊക്കെ പറഞ്ഞു? ഈ സ്വഭാവമൊന്നും നല്ലതല്ല, നീ മര്യാദയ്ക്ക് ജീവിക്കണമെന്നെല്ലാം പറഞ്ഞു. കുഞ്ഞ് ഇനി ഒരു കുഴപ്പവും ചെയ്യില്ല അങ്ങനെ എന്ന് അവൻ പറഞ്ഞോ? എന്ന് പറഞ്ഞില്ല. കുഞ്ഞ് ഒരു കുഴപ്പവും ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കുഞ്ഞിവിടെ വരും, അങ്ങനെയോട് മാപ്പ് ചോദിക്കും. ആലോചിക്കാൻ കുറച്ച് സമയം കൊടുക്കണം. അങ്ങനെ ചട്ടമ്പിളെ അയച്ച് കുഞ്ഞിനെ ഉപദ്രവിക്കരുത്. കുഞ്ഞ് ഇതുവരെ ചെയ്തതെല്ലാം തെറ്റായിപ്പോയെന്ന് തോന്നിയിട്ടുണ്ട്. അവൻ ചെയ്തതൊക്കെ തെറ്റായിപ്പോയെന്ന് അവൻ സമ്മതിച്ചോ? സമ്മതിച്ചില്ല. അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ കുറെ ചീത്ത അങ്ങോട്ട് പറഞ്ഞു. എല്ലാം കേട്ട് നിന്നതേ ഉള്ളൂ, ഒന്നും മിണ്ടിയില്ല. അപ്പനാരെ, തന്നെ അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. താൻ പുറപ്പെടുമ്പോഴേ ഞാനത് പ്രതീക്ഷിച്ചതാണ്. അവനെ ഞാൻ ശരിപ്പെടുത്തുന്നുണ്ട്. എന്താ ഒന്നില്ല, വെറുതെ വന്നതാ. എന്നാ തൊഴുത് പ്രസാദം മേടിച്ച് പൊക്കോളൂ. അതല്ല, ആ ശങ്കൊന്ന് വേണം. നിനക്ക് എന്തിനാ ശങ്ക്? ഊതാനാ, ഊതാൻ. ശങ്കുവിളി നിനക്ക് അത്ര ഇഷ്ടമാണെങ്കിലേ ഇവിടെ ഞാൻ ഊതുന്നത് കേട്ടുകൊണ്ട് അവിടെ നിന്നാ മതി. അതല്ല, എനിക്ക് ഊതി പഠിക്കാനാ. അതുകൊണ്ടൊരു ആവശ്യമുണ്ട്. എന്താവശ്യം ഉണ്ടായാലും ഈ ശങ്ക് തരാൻ സാധിക്കില്ല. തിരുവേനി, ശങ്ക് ഒന്നില്ലെങ്കിൽ ഇതും കൊണ്ട് എന്റെ പിന്നാലെ വരുന്ന വേല എനിക്കറിയാം. നോക്കിക്കോ. എന്ത് വേലയായാലും നീ കാണിക്കുമ്പോ ഞാനത് കണ്ടോളാം. ഇപ്പൊ തൽക്കാലം അമ്പലത്തിന്റെ അടയ്ക്കുന്നു പോ. എന്താ ഇതെന്റെ മകളുടെ പേര്? ഞാനും ശാരദയും തമ്മിൽ പ്രേമമാണെന്ന് ഇവിടെയുള്ള സകല മതിൽമിലും എഴുതി വെച്ച് ഞാൻ തിരുമേനിയെ നാണം കൊടുത്തു. ദൈവത്തെ ഓർത്ത് ചങ്കര എന്നെ അവമാനിക്കരുത്. ഇത് മനുഷ്യരാരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? എന്നാ പിന്നെ ശങ്കര എന്ത് പങ്ക്? ചുമരുന്നിൽ എഴുതും,
അയ്യോ ദൈവത്തെ ഓർത്ത് വേണ്ട, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ കൊണ്ടുതരാം. ഇവിടെ തന്നെ നിൽക്കാം. 50. അശുഭാകര ശങ്കര, ശങ്കരൻ എന്തിനായി ശങ്കർ? അതേ ഒരു പെണ്ണിനെ ഗൂഢോത്രം ചെയ്യാനാ. എന്താ തിരുമേനി, ഇവിടെയുള്ള പെണ്ണൊന്നല്ല, കൊച്ചുവാറൊന്നല്ല, അതങ്ങ് ദൂരെയുള്ള ഒരു പെണ്ണിനാ. ഇവിടെ അമ്പലത്തിനടുത്തൊരു സന്യാസിണ്ടായിരുന്നില്ലേ, അയാൾ പറഞ്ഞിട്ടാ. അയാളെ മിനിങ്ങാന്ന് പോലീസുകാർ മെനഞ്ഞാന്നോ? 5 വയസ്സുള്ള നിർമ്മാല്യം തൊഴാമെന്നൊരു കൊച്ചിന്റെ കഴിച്ചിൽ നിന്ന് മാല പൊട്ടിച്ചെടുത്തു. എന്റെ 60 വയസ്സ് പണ്ടാറടച്ചല്ലോ. 60 വയസ്സ് കൊടുത്തിരുന്നു. അതങ്ങൾ മാറ്റിക്കളഞ്ഞ ഒരു കാര്യമില്ല, ശാരദയും ഞാനും പ്രേമത്തിലല്ല എന്ന് എഴുതി വെക്കാം. അതിനേക്കാൾ ഉറപ്പ. എന്റെ മകള് ഞാൻ അറിയാതെ ആരും പ്രേമിക്കില്ല, ഇന്ന് ഒരാരും പ്രേമിച്ചിട്ടുമില്ല. അതെയോ? അതങ്ങൾ മാറ്റിക്കളഞ്ഞു. മനുഷ്യരാരും കാണുന്നതിന് മുമ്പ് അങ്ങ് മാറ്റിക്കളഞ്ഞ ശങ്കര. ഇതുവരെ ആരും പ്രേമിച്ചില്ലേ? പൈസളൂ. ചട്ടമ്പിമാർ രാജേട്ടനെ ഒത്തിരി തല്ലിയോ? തല്ലി. കൊച്ചമ്പ്രായം തല്ലി. വല്യമ്പ്ര പറഞ്ഞിട്ടാ കൊച്ചമ്പ്രായെ തല്ലിയത്. അത് വേണ്ടായിരുന്നു. കൊച്ചമ്പ്ര പാവ. എനിക്ക് രാജേട്ടനെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാനും മാളുവിന്റെ കൂടെ വരട്ടെ? അയ്യോ വേണ്ട, ഞാൻ പോണ്. നിന്നു മാളു, കൊച്ചമ്പ്രാട്ട് വരണ്ട. എനിക്ക് രാജേട്ടനെ കാണണം. ഞാനും വരാം. വേഗം നടക്കുമാണോ? ഞാൻ പോയി കൊച്ചമ്പ്രാനോട് പറയട്ടെ കൊച്ചമ്പ്രാട്ടി വന്നെന്ന്? വേണ്ട മാളു, എന്നെ കണ്ടാൽ രാജേട്ടന് അച്ഛനോടുള്ള ദേഷ്യം മുഴുവൻ എന്നോട് തീർക്കും. ഞാൻ ഒളിച്ചു നിന്ന് രാജേട്ടനെ കണ്ടിട്ട് പോയിട്ടുള്ളാം. രാജകുഞ്ഞേ, 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 രാജകുഞ്ഞേ. അപ്പനായരോ?
കയറി വരും അപ്പോഴാരെ, കയറി വരും അപ്പോഴാരെ. അപ്പനായി കുഞ്ഞിന് ഈ വിധി വന്നല്ലോ. സാരമില്ല അപ്പനാരെ. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഒരു തെറ്റ് ചെയ്തു. അപ്പനാരെ ഞാൻ തല്ലി. എന്നോട് ക്ഷമിക്കണം. ഞാനത് അപ്പോഴേ മറന്നു. കുഞ്ഞിനെ അവർ തല്ലിയെന്നറിഞ്ഞപ്പോൾ എന്റെ ജീവൻ പോയി. എനിക്കവിടെ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞെ. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. കുഞ്ഞിന് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഒന്നുമില്ല. മാളു, നീ കുറച്ച് കാപ്പി കൊണ്ടുവാ, രണ്ടുപേർക്ക് വേണം. അപ്പനാരെ, തറവാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല. കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട്. കുഞ്ഞെ, ഞാൻ പറയാൻ പാടില്ലാത്തതായിരിക്കാം, തെറ്റായിരിക്കാം. എന്നാലും പറയാതിരിക്കാൻ വയ്യ. ആ കുട്ടിയെ പറ്റിയുള്ള വിചാരം മനസ്സിൽ നിങ്ങൾ കളഞ്ഞു. വയ്യപ്പനാരെ, വയ്യ. അവളെനിക്ക് നഷ്ടപ്പെടുന്ന നിമിഷത്തിൽ ഞാൻ തന്നെ ഇല്ലാതായി പോകും തോന്നുന്നു. കുഞ്ഞ് ഒന്നുകൂടി നല്ലോണം ആലോചിച്ച് നോക്കണം. ഒരുപാട് ആലോചിച്ചു. അതങ്ങോട്ട് കൊടുക്കേ. എനിക്ക് വേണമെന്നില്ല. വാങ്ങി കുടിക്കപ്പനാരെ. ഓ, ഒലേ മാറത്തിന് കുടിക്കാനുള്ള മടിയായിരിക്കും. അങ്ങനെയൊന്നുമില്ല. കുഞ്ഞിന് കുടിക്കാമെങ്കിൽ പിന്നെ എനിക്ക് കുടിച്ചാലെന്താ? അപ്പനാരെ, തറവാട്ടിലെ കാപ്പിയേക്കാൾ ശുദ്ധമാണിത്. നമുക്കൊക്കെ ഇവരെ തൊടാനും തീണ്ടാനും അറപ്പാണ്. നമ്മളെയൊക്കെക്കാൾ നല്ല മനസ്സാണ് ഇവർക്ക്. കളങ്കമില്ലാത്ത സ്നേഹം. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് കുടിക്കും. ചട്ടമ്പികളൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലേ? ഉണ്ട്. കാശും ചോറും കൊടുത്ത് അമ്മാവൻ അവരെ കൊണ്ട് തന്നെ തല്ലിച്ചു. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്കും. കുഞ്ഞു കുരുത്തക്കേടൊന്നും കാണിക്കണ്ട. കല്യാണം നിശ്ചയിച്ചു. എന്തായാലും അങ്ങനെ അത് നടത്തും. കല്യാണം നടത്തില്ല, നടത്തില്ല. രാജനാ പറയുന്നു. അവിടെ കഴുത്തിൽ ആരും താലി കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അതിനാരെങ്കിലും തുനിഞ്ഞാൽ ആരൊക്കെ മരിക്കുമെന്ന് കണ്ടറിയാം. മാളു, ഞാനിവിടെ വന്നിരുന്നുവെന്ന് രാജേട്ടനോട് പറയണ്ട കേട്ടോ. ഇല്ല, ഞാൻ പറയില്ല. കൊച്ചമ്പ്രാട്ടിക്ക് കൊച്ചമ്പ്രാട് ഇഷ്ടാണ്. എനിക്ക് പേടിയാ. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് പാവമാ. ഞങ്ങളെ കൊല്ലരുതെന്ന് രാജേട്ടനോട് മാളുവിന് പറഞ്ഞുകൂടെ? ആര് പറഞ്ഞാലും കേക്കില്ല കൊച്ചമ്പ്രാട്ടി. വലിയ പിടിവാശിയാ. രാജേട്ടനെ പുറത്തെങ്ങും വിടണ്ട. ചട്ടമ്പിമാർ രാജേട്ടനെ ഇനിയും തല്ലും. ഞാൻ പോകുന്നു മാളു. എനിക്ക് പേടിയാ. രാജേട്ടനെ പുറത്ത് ചട്ടമ്പിമാർ രാജേട്ടനെ ഇനിയും തല്ലും. പയ്യൻ പുലയനും തേടി കിടപ്പിക്കും ആമ്പൽ പോലൊരു മോള് താരവല്ലി താഴ്വരയിൽ
നേരം മൂളിപ്പാട്ടും പാടിപ്പോയി ആ വഴി മൂളിപ്പാട്ടും പാടിപ്പോയി മാനം കറുത്തപ്പം മടത്ത പാടും കുടിലിനുള്ളിൽ മേടം കഴിഞ്ഞപ്പം മാനം കറുത്തപ്പം മടത്ത പാടും കുടിലിനുള്ളിൽ കൊച്ചുവാറു കൊച്ചമ്മ എളുപ്പം പൂജ കണ്ട കുഴപ്പ കൊച്ചമ്മ കൊച്ചുവാറു അയ്യോ എന്റെ ഭഗവാനെ വേഗം പൂച്ചു പൂച്ചു ഞാൻ പൊക്കോ മെല്ലെ കലെടുത്ത് പോയി ആ എന്റെ ഭഗവാനെ ഞാൻ രക്ഷപ്പെട്ടു ആവൂ ശങ്കര 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 എന്താ അവിടെ ഒന്നുമില്ല കൊച്ചുപാട് ഇവിടെ വന്നില്ല എടി കൊച്ചുപാറു എടി നാണം കെട്ടവളെ നീ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങണം എന്താണ് കൊച്ചമ്മേ എന്താണെന്നോ എന്താ ഇവിടെ ഇന്നലെ രാത്രി മുഴുവനും ഇവന്റെ മുറിയിലായിരുന്നു അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല അങ്ങൊന്നേ കാലത്തേണിച്ച് കള്ളം പറയുന്നോ സത്യമായിട്ടും ഈശ്വരനാണ് ഞാൻ എടീ മിണ്ടാതില്ല അവിടെ അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല അങ്ങൊന്നേ മിണ്ടാതില്ല അവിടെ എടാ നിനക്ക് ഇവിടെ ഇഷ്ടമാണോ എന്താടാ കൊടുക്കട്ട വയലിട്ടതുപോലെ പറയാ അവൾക്ക് എന്നെ വലിയ ഇഷ്ടമാകുന്ന അവള് ദിവസം എന്റെ മുറി വരാറുണ്ട് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകണമെന്ന് ഇവിടെ വെച്ച് തോന്നിയാസങ്ങളൊന്നും ഞാൻ സമ്മതിക്കില്ല രണ്ടും കൂടി കല്യാണം കഴിച്ച് കഴിയാമെങ്കിൽ ഇവിടെ നിന്നോളൂ അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങണം വൃത്തികെട്ട മകള് എന്തൊക്കെ ചെയ്തോളൂ ആ സ്ത്രീകരങ്ങള് കൊച്ചുമാറു ഇപ്പോഴെന്ത് പറയണോ ഏതായാലും ചീത്ത പേര് കേട്ടു ഇനി തന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ
ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി വന്നല്ലോ എന്റെ കൊച്ചുപോറോ. രാജേട്ടൻ എന്നെ കൊല്ലുമോ? എന്തിനാ കൊല്ലുന്നേ? കൊല്ലുമെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നേ? എന്നെ കല്യാണം കഴിക്കുന്ന ആള് എന്നെ സിനിമയ്ക്കും ഉത്സവത്തിനും ഒക്കെ കൊണ്ടുപോകും. തൊട്ട് തൊട്ട് നടക്കാൻ നല്ല രസമായിരിക്കും. അതെങ്ങനെ? രാജേട്ടൻ രണ്ടുപേരെയും കൊല്ലും. കൊല്ലുമോ? രാജേട്ടൻ വെറുതെ പറഞ്ഞായിരിക്കും. കൊല്ലുമെന്ന് പറഞ്ഞാ കൊല്ലും. അതാ രാജേട്ടന്റെ സ്വഭാവം. ആരെയും പേടിയില്ല. രാജേട്ടന് എന്നെ കല്യാണം കഴിക്കണമെന്ന്. വേറൊരാള് കല്യാണം കഴിക്കാൻ പോകുമ്പോ കൊല്ലാൻ വരുന്ന ആളാ രാജേട്ടൻ. അപ്പോ രാജേട്ടനെ കല്യാണം കഴിച്ചാ എന്താ സ്ഥിതി? കൊന്നത് തന്നെ. ആരോടും ചോദിക്കാതെ കൊല്ലാമല്ലോ. പാവം പെണ്ണ് കല്യാണം കഴിച്ച് ജീവിച്ചോട്ടെ. രാജേട്ടൻ അങ്ങനെ വിചാരിച്ചാൽ എന്താ? രാജേട്ടൻ അങ്ങനെ വിചാരിക്കില്ല. മാളു എല്ലാരും പറയുന്നത് രാജേട്ടൻ നല്ല ആളാണെന്നാ. അവർക്കെന്താ? കൊല്ലാൻ വരുന്നത് എന്നെയും എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെയുമല്ലേ. എന്താ സുമിത്ര ആലോചിക്കുന്നേ? ഞാൻ ചാകാൻ പോവല്ലേ, വെറുതെ കുറിച്ച് ആലോചിക്കട്ടെ. കല്യാണം കഴിക്കാൻ പോകുമ്പോ ചാകുന്നതിനെ കുറിച്ച് ആരെങ്കിലും ഓർക്കുമോ? കല്യാണം കഴിക്കുന്നതാ ജീവിതത്തിലെ ഏറ്റവും വലിയ രസം. കല്യാണത്തിന് 5 ദിവസമേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ കിടക്കുകയാണ്. എന്തിയെ അത് പറ. ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ. കല്യാണത്തിന് നമുക്കൂടെ സംബന്ധിച്ചാക്കളന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നതാ. ഭയമൊന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് ഒരു പേടിയില്ല. പക്ഷെ വേളി പുറത്താ.
അതുകൊണ്ട് ഇല്ലത്തെ ധാരാളം ജോലികളുണ്ട്. കുഞ്ഞ് ഭയപ്പെടുമൊന്നും വേണ്ട, എല്ലാം മംഗളകരമായിട്ട് നടക്കും. ഞാനാ പറയുന്നത്. നല്ല എഴുന്നേറ്റ് വിട്ടാ. ചാത്ത എന്റെ കൂടെ വരുന്നോ? വേണ്ട, എനിക്കാരും കൂട്ടുവേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോവാ. എനിക്കിപ്പോ വിശ്വസിക്കാവുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഏന് വരാൻ മടിയുണ്ടായിട്ടല്ല കൊച്ചമ്പ്ര, എന്റെ മുമ്പിലിട്ട് കൊച്ചമ്പ്രാനെ അവര് കൊല്ലും. അത് കാണാൻ ഏന് വയ്യ കൊച്ചമ്പ്ര, ഏന് വയ്യ. ഞാൻ പോണു. കൊച്ചമ്പ്ര അവിടെ പോകരുത്. പോകടി, പോകും. കൊച്ചമ്പ്ര പോകുമല്ലേ? എമ്പിടില്ല. വല്ലവരുടെ കൈ കൊണ്ട് ചാകാനെ കൊണ്ട് കൊച്ചമ്പ്രാനെ എമ്പിടില്ല. അവിടെ ഞാൻ ആരും തൊഴിലടി. 1000 പേരുണ്ടെങ്കിലും ഞാൻ അവരെ എതിർത്ത് തോൽപ്പിക്കും. എന്നിട്ട് ഇത് കണ്ടോ, ഇത് ഞാൻ അവർക്ക് വേണ്ടിയാ പണത്. ഇത് ഞാൻ അവിടെ കഴുത്തിക്കും. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരുകയും ചെയ്യും. കൊച്ചമ്പ്ര പോകരുത്. എന്ന് പറയാൻ ശ്രമിക്കരുത്. ഒരുപാട് സമ്പ്രാക്കളുണ്ട്, അവർ കൊച്ചമ്പ്രാനെ കൊല്ലും. ഞാൻ വിടില്ല. അവർ ഒരുത്തനെ എന്റെ കൈ ഇട്ടിട്ടുണ്ട്. ഇല്ല, കൊച്ചമ്പ്ര പോണ്ട. ഞാൻ വിടില്ല. പറഞ്ഞു ഏത് ജീവനുണ്ട് കൊച്ചമ്പ്രാനെ ഞാൻ വിടില്ല. കൊച്ചമ്പ്ര. ഇവളെന്റെ മോളാ. ഇവളെ ഇട്ടിട്ട് കൊച്ചമ്പ്രാൻ പോവാണല്ലേ? പൊക്കോ, ഇവള് ചത്തോട്ടെ. ഇവള് ചത്തായ ഏനൊന്നുമില്ല, ഏൻ കുറെ കരയും. കൊച്ചമ്പ്രാന്റെ മേല് നോവണത് ഈ ചാത്തന് സഹിക്കൂല. കൊച്ചമ്പ്രാൻ ഇപ്പൊ തറവാട്ടി പോവരുത്, പോവരുത് കൊച്ചമ്പ്ര. ഞാൻ പോവുക. കൊച്ചമ്പ്ര എങ്ങോട്ടാ പോണത്? ആ കൊച്ചമ്പ്രാട്ടിയെ താഴെ കേട്ടാലല്ലേ? അതിന് കൊച്ചമ്പ്രാട്ടിക്ക് ഇഷ്ടമുണ്ടോ തിരക്കിട്ടോണ്ട. ആ കൊച്ചമ്പ്രാട്ടിയുടെ മനത് ചെയ്യാനറിയാം. കൊച്ചമ്പ്രാട്ടിക്ക് കൊച്ചമ്പ്രാനെ ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവരെ കേട്ടെ. കൊച്ചമ്പ്ര എന്താ നാണം കേട്ടോടെ പോണേ? കൊച്ചമ്പ്ര അവിടെ പോകണ്ടെന്ന് പറയണത് കൊച്ചമ്പ്ര ഏന് എന്റെ ആങ്ങളെ പോലെ. ആ സ്നേഹം കൊണ്ടാ കൊച്ചമ്പ്ര ഈ പറയണത്. സ്നേഹം? നിന്റെയൊക്കെ ഒരു സ്നേഹം? എന്നെ ഇതുവരെ ആരും സ്നേഹിച്ചിട്ടില്ലേ? എനിക്കാരുടെ സ്നേഹം വേണം. ഞാൻ പോന്നു. ചന്ദ്രന്റെ അരികിൽ സുമന്ത്ര തെളിക്കുന്ന തേരിൽ സുസ്മീരമുഖിയായി സ്വയംവരവധുവായി സീതാദേവിയിരുന്നു. അവർ മിഥിലയിൽ നിന്നു മകന്നു. ശ്രീരാമചന്ദ്രന്റെ അരികിൽ സുമന്ത്ര തെളിക്കുന്ന തേരിൽ സുസ്മീരമുഖിയായി സ്വയംവരവധുവായി സീതാദേവിയിരുന്നു. അവർ മിഥിലയിൽ നിന്നു മകന്നു. ഗന്ധർവന്മാർ വീണാഗാനം പാടി. കിന്നരചാരണ ഗന്ധർവന്മാർ വീണാഗാനം പാടി. ദിക്കുകൾ
ദിക്കുകളെട്ടും സീതയെ വാഴ്ത്തി ദീർഘസുമംഗലീ ഭവതി. ഒഴുകി മന്ദം ഒഴുകി പുരുഷാര സരയൂ പ്രവാഹം. ശ്രീരാമചന്ദ്രന്റെ അരികിൽ സുമന്ത്ര തെളിക്കുന്ന തേരിൽ സുസ്മേരമുഖിയായി സ്വയംവരവധുവായി സീതാദേവിയിരുന്നു. അവർ മിഥിലയിൽ നിന്നു മകന്നു. കയ്യിലുയർത്തിയ വെൺമഴുവോടെ കണ്ണിൽ ചെന്തിയോടെ മാർഗനിരോധം ചെയ്യാനെത്തിയ ഭാർഗവൻ ഇങ്ങനെ അലറി, കൊല്ലും ഞാൻ കൊല്ലും നവദമ്പതിമാരെവിടെ, എവിടെ എവിടെ എവിടെ. ശ്രീരാമചന്ദ്രന്റെ അരികിൽ സുമന്ത്ര തെളിക്കുന്ന തേരിൽ സുസ്മീരമുഖിയായി സ്വയംവരവധുവായി സീതാദേവിയിരുന്നു. അവർ മിഥിലയിൽ നിന്നു മകന്നു. എന്തോ രാജൻ വരുമോ? അവൻ വരാതിരിക്കില്ല. അവൻ വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. വരും വരും.
വിളിക്കുന്നില്ല. പെണ്ണിനെ വിളിക്കും. ഞങ്ങൾ ഇറങ്ങട്ടെ. ഈ സന്ധ്യക്ക് തന്നെ പോണമെന്നുണ്ടോ? അതെന്താ ഭാസ്കരമേനോ അങ്ങനെ ചോദിക്കുന്നത്? കല്യാണം കഴിഞ്ഞ പെണ്ണ് അന്ത്യം ഉറങ്ങേണ്ടത് ചെറുക്കന്റെ വീട്ടിലാണ്. അതാ നാട്ടു നടപ്പ്. ഇപ്പൊ നേരം കുറെ ആയില്ലേ? സമയം അത്രക്കൊന്നും ആയിട്ടില്ല. കാറ് വേഗം വിട്ട 9 മണിക്ക് മുമ്പ് വീട്ടിലെത്താം. അതല്ല, എനിക്കൊരു അനന്തരവനുണ്ട്. മഹാ തമ്മാടിയ. അവന് എന്റെ മോളെ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞ് വാശി പിടിച്ച് നടക്കുകയാണ്. ഞാൻ അവനെ ഈ പഠിക്കകത്ത് കയറ്റില്ല. അവനിവിടെയൊക്കെ ചുറ്റി നടക്കുന്നുണ്ടാവും. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നേരം വെളുത്തിട്ട് പോയാ മതിയെന്ന്. ഞങ്ങളൊക്കെ ആണുങ്ങളല്ലേ? ഞങ്ങളുടെ ഒക്കെ കഥ കഴിഞ്ഞിട്ടേ അവന് നിങ്ങളുടെ മകളുടെ ശരീരത്തിൽ തൊടാനൊക്കൂ. സുമിത്രേ, എന്നെ ആദ്യം കണ്ടപ്പോ സുമിത്രയ്ക്ക് എന്ത് തോന്നി? പറയൂ. പാവമാണെന്ന് തോന്നി. പാവമോ? ഞാനോ? കൊള്ളാം. എന്നോട് ഇഷ്ടം തോന്നിയില്ലേ? ഇനിയിപ്പോ സുമിത്ര രാജനെ പേടിക്കണ്ട. കൂടെ ഞാനുണ്ടല്ലോ. രാജനെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അല്ലേ? ഇഷ്ടാണ്. മാളൂന് ഇഷ്ടാണ്. അപ്പുനാർക്കും ഇഷ്ടമാണ്. സുമിത്രയ്ക്കോ? രാജേട്ടന് എനിക്ക് പേടിയാണ്. പേടിക്കണ്ട. അവൻ വന്നാൽ ഒറ്റയിടി മുറ്റത്ത് മൂക്കും കുത്തി വീഴും. ഏയ്, രാജേട്ടന് ഇടിക്കാനൊന്നും ഒക്കില്ല. രാജേട്ടൻ അങ്ങനത്തെ ആളാ. ഇതെന്താ സുമിത്ര ഒരു പാട്? ഉരുണ്ടു വീണതാണോ? അല്ല, ഇന്നാളൊരു ദിവസം
പതിവ്. അപ്പൊ രാജേട്ടൻ എത്തിയില്ലെങ്കിൽ അതെന്നെ കൊന്നേനെ. എന്റെ ഭാര്യയായി എന്റെ കൂടെ ജീവിക്കുന്ന ഒറ്റ പെൺകുട്ടിയെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. നിന്നെക്കുറിച്ച് മാത്രം. നീ എനിക്കെന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടതാ. എല്ലാവരും എന്നെ വെറുത്തു, നീയും അല്ലേ? നീ എന്നെ വെറുക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾക്കാർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. ഞാൻ മനസ്സിലാക്കിയിട്ട രാജേട്ടന് എനിക്കിഷ്ടമാണ്, സ്നേഹമാണ്. എന്റെ അച്ഛൻ എനിക്ക് വേറെ വിവാഹം നിശ്ചയിച്ചു. സമ്മതിക്കാതെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നെ കൊന്നുകളയില്ലേ? നിനക്ക് എന്റെ കൂടെ ഇറങ്ങിപ്പോരാമായിരുന്നില്ലേ? അതിനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. നീ എന്റേതല്ലാതായ നിമിഷത്തിൽ എനിക്ക് എന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു. ഞാൻ എന്ത് വേണമെങ്കിൽ സഹിക്കാം. നീ മറ്റൊരുത്തിന്റെ കൂടെ കഴിയുന്നത് മാത്രം ഞാൻ സഹിക്കില്ല. എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്. നിങ്ങളാരാണ്? ഞാനാണ് രാജൻ. നീ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നില്ലേ? ഇവരെന്റെ ഭാര്യയാണ്. ഭാര്യ? നിന്നെ ഞാൻ എന്താ സുമിത്രേ? സ്വപ്നം കണ്ടു. ഓരോന്ന് ഓർത്ത് കിടന്നിട്ടാ. നേരം വെളുത്തു. നീ പോയി വേഗം കുളിച്ച് റെഡിയാവും. നമുക്ക് പോണ്ടേ? പുറപ്പെടാറായില്ലേ? ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. വഴിയിൽ വെച്ച് രാജൻ ഒന്നും ചെയ്യില്ല. ഗോപാലൻ കുറെ ആളുകളും നിങ്ങളോടൊപ്പം ഉണ്ട്. ഞാനും ഒരു തോക്കുമായിട്ട് നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അപ്പതാരെ ഗോപാലനും കൂട്ടരും തയ്യാറായോ? അങ്ങനെ മോളും ഭർത്താവും ഒറ്റയ്ക്ക് പോയാൽ മതി. രാജൻ വല്ല അക്രമവും ചെയ്താലോ? രാജമുഞ്ഞ് ഒന്നും ചെയ്യില്ല. അവനൊന്നും ചെയ്യാൻ മടിക്കാത്തവരാണ്. അങ്ങനെ ഞാനാണ് പറയുന്നത്, രാജമുഞ്ഞ് ഒന്നും ചെയ്യില്ലെന്ന്. അപ്പതാരെ തനിക്ക് ഭ്രാന്തുണ്ടോ? ഭ്രാന്ത് നിങ്ങൾക്കാണ്. അപ്പതാരെ പേടിപ്പിക്കാതങ്ങനെ. ഈ പേടിപ്പെടുത്തലാണ് അവനെ നിഷേധിയാക്കിയത്. ഒരു കൊച്ചു കുഞ്ഞു കുരുത്തക്കേട് കാണിച്ചപ്പോൾ നിങ്ങൾ അവനെ പേടിപ്പിച്ച് നന്നാക്കാമെന്ന് കരുതി. അവനെ മടിയിൽ വിളിച്ചിരുത്തി വാത്സല്യത്തോടെ ഉപദേശിച്ച് നന്നാക്കാനല്ല നോക്കിയത്. തല്ലി തല്ലി അവനെ എതിർക്കാനാണ് പഠിപ്പിച്ചത്. അവന് അച്ഛനും അമ്മയും ഇല്ലാത്ത എന്റെ കുഞ്ഞ്. നിങ്ങളാരും അവനെ സ്നേഹിച്ചില്ല, വെറുത്തു, ഭയപ്പെട്ടു. നീ പോലും. നിങ്ങളാരും ഇനി അവനെ ഭയപ്പെടണ്ട. അവനിനി വരികയില്ല. എനിക്കറിയാമായിരുന്നു കുഞ്ഞെ, അവന് നിന്നെ ജീവനായിരുന്നു. എന്റെ പൊന്നുമോളെ, നിനക്കെങ്കിലും അവനോട് അല്പം സ്നേഹം കാണിക്കാമായിരുന്നു. എന്റെ രാജകുഞ്ഞ് തൂങ്ങി മരിച്ചു വാങ്ങുന്നേ. സുമിത്രേ, എന്റെ ഭാര്യയായി എന്റെ കൂടെ ജീവിക്കുന്ന
ഒറ്റ പെൺകുട്ടിയെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. നിന്നെ കുറിച്ച് മാത്രം. നീ എനിക്കെന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ട